ശൈത്യ പറയുന്നൊരു ഇതിൽ എന്നടാ നിന്നോട് ക്രഷ് ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു എന്നോട് സീക്രറ്റ്ലി. അപ്പം ഞാൻ പിന്നെ കണക്ട് ചെയ്തു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണതെല്ലാം ഇത് കാരണമാണോ? ലവ് ഉണ്ടായിരുന്നോ? കണ്ട തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പാൽക്കുപ്പി വിളിക്കുകയും ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ വൺ സ്നേഹമായിരിക്കും എന്നോട് എല്ലാ കാര്യത്തിനും. ഏറ്റവും എനിക്ക് സോറി പറയാനുള്ളത് ലാലേട്ടൻ ഫാൻസിനോടാണ്. എനിക്ക് താഴെ I want to be on my knees and say sorry to Laletan fans. ലാലേട്ടാ, ഞാൻ ലാലേട്ടൻ കാണുന്നൊരു ഗോഡ് ഫിഗർ ആണ്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹിം മാൻ. അപ്പോൾ ഈ ടാസ്ക് വന്നപ്പോൾ മൊട്ട തലയിലിടുന്നൊരു ടാസ്ക്. അപ്പോൾ ഞാൻ നിങ്ങൾ എന്നെ ആ വീഡിയോയിൽ ഒബ്സർവ് ചെയ്യും, എക്സ്പ്രഷൻ എന്നെ ഒബ്സർവ് ചെയ്യും. ആ ചാറ്റ് അല്ലല്ല ഈ ചാറ്റിൽ എന്താ ഞാൻ സംതിങ് ബാഡ് ടുവേർഡ്സ് ഇല്ല, ബാഡ് ഒന്നുമില്ല. about their body or baby or my love, let's go to അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താ, if you guys are free, let me know. You guys come after there and it will take time. And I said I'm an actor, so I don't want to just simply text everyone. My friends are here. If you guys want to come for a party, you guys can come. It's up to you. അനുമോളെ എന്തുകൊണ്ട് ഹഗ് ചെയ്തില്ല? ഞാൻ അവളെ പേർപ്പസ്ലി ഒന്നും ഇല്ലെങ്കിൽ ഈഗോ കാണിക്കാനോ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാനും അനുമോൾ തമ്മിൽ ഇമാതിരി ഫൈറ്റ്സ് ഉണ്ടായിട്ടില്ല വീട്ടിൽ. നെവിൻ അവിടെ പാലൊക്കെ എറിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ അഗേൻസ്റ്റ് ആണ്. അക്ബർ എന്തെങ്കിലും സംസാരിച്ചാൽ പ്രശ്നം വരാൻ പോകുന്നത് എന്റെ അഗേൻസ്റ്റ്. ഞാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അഗേൻസ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ 3 പേര് ഒരുമിച്ചാണ്. മനസ്സിലായി. തിരിച്ചു തെറി വിളിച്ചിട്ടുണ്ടോ? ഞാൻ 2-3 സമയത്തൊക്കെ ഞാൻ അറിയാണ്ട് എന്റെ വായന വന്ന തെറികളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞെങ്കിൽ കാര്യമില്ല, തൊടാതിരിക്കുക, തൊടല്ലേ, നേവൽ നോക്കിയിരുന്നേ, അതിലാ 100 എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എടി നിന്റെ വയറ് നോക്കി അവൻ ഒന്ന് കാണിച്ചു, അതെന്താ പുറത്ത് കാണിക്കാതെ? അതെന്താന്ന് ഞാൻ ബിഗ് ബോസിനോട് എപ്പോഴും ചോദിക്കുന്നു. ബിഗ് ബോസ് ഒന്നും ഏതെങ്കിലും ഷോയിൽ പോയിട്ട് ഞാൻ ഒരു പെൺകുട്ടിയുടെ വയറ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? ചാറ്റ് ഞാൻ ആൾക്കാട് I've been texting, I've texted a couple of people before coming here. So how is that affecting my life now? എനിക്ക് 100% ഉറപ്പുണ്ട് ഒരു പെൺകുട്ടിനെ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ Is it an unfair eviction? സോ എന്റെ അഭിപ്രായം അൺഫെയർ തന്നെയാണ്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവ്വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആര്യൻ ഖദൂരിയാസ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. വെൽക്കം. ഹായ്, താങ്ക് യു സോ മച്ച് നൂർ. നമുക്ക് തന്നെ കിട്ടി ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. എന്റെ ഭാഗ്യം. ഞങ്ങളുടെ ഭാഗ്യം. സത്യം. ആര്യൻ, ഫസ്റ്റ് ഓഫ് ഓൾ, is it an unfair eviction? ഫെയർ അൺഫെയർ സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലില്ല. പിന്നെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയോട് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? അയാൾ പറയും അൺഫെയർ തന്നെയാണ്. സോ എന്റെ അഭിപ്രായം അൺഫെയർ തന്നെയാണ്. പക്ഷെ ഇപ്പോ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ഫെയർ ആണോ അൺഫെയർ ആണോ എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ സൈഡിൽ നിന്ന് അൺഫെയർ ആണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഭയങ്കര ബാഡ് അടിച്ച് ഇറങ്ങുവാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഓക്കെ, ഞാൻ ഇറങ്ങേണ്ട സമയമായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ 3 വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ജയിച്ചൊരു സമയമാണ്. മയമോഹിനി ആയാലും പിന്നെ മറ്റേ ബോൾ ടാസ്ക് ആയാലും സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അപ്വേർഡ് ഗ്രാഫിൽ നിന്ന് പുറത്തായ ഒരു ആളെങ്കിൽ തോന്നി. അപ്പോൾ ഫെയർ അൺഫെയർ ഇപ്പോഴും എനിക്ക് അറിയില്ല. പക്ഷെ ഐ ഫീൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ലിറ്റിൽ ബിറ്റ് ഐ കുഡ് ഹാവ് സ്റ്റേഡ് മോർ. ഈ ഒരു സമയം ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് ലാസ്റ്റ് വീക്കിന്റെ. പക്ഷെ കുഴപ്പമില്ല, ജനങ്ങളുടെ വിധിയല്ലേ, നമുക്കൊന്നും അതിനകത്തൊന്നും ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദേ അക്സെപ്റ്റഡ് മീ സോ മെനി ഡേയ്സ് ഐ ആം മോർ ദാൻ ഹാപ്പി. ബട്ട് ഞങ്ങളും എനിക്ക് തോന്നുന്നു കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഓവറോൾ എല്ലാവരും ഒരു ടോപ്പ് 5 പ്രതീക്ഷിച്ച ഒരാളാണ് ആര്യൻ. ഞാനിപ്പോ മിനിയാന്നൊക്കെ ഫോൺ ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ കുറെ കമന്റ്സും കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. സോ ഐ തിങ്ക് പീപ്പിൾ ആർ ഷോയിങ് ലവ് ഓൺ സോഷ്യൽ മീഡിയ. ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. വേറെ എനിക്കൊന്നും അവരോട് പറയാനൊന്നുമില്ല. ഞാൻ എല്ലാവരും ഇപ്പോൾ ഈ വന്ന കമന്റ്സ് ഒക്കെ എല്ലാം അൺഫെയർ എവിക്ഷൻ ആര്യൻ. അപ്പോൾ ഞാൻ താങ്ക് യു, ഐ ഹോപ്പ് ദ സെയിം, ഐ വിഷ് ദ സെയിം, ഐ വിഷ് ഐ കുഡ് ഹാവ് സ്റ്റേഡ് മോർ ലോങ്കർ. സോ അങ്ങനെ ഈവൻ ആര്യനെ ഇഷ്ടമില്ലാത്തവർ പോലും കമന്റ് ഇടുന്നത് ആര്യന് ഇഷ്ടമില്ല, ബട്ട് ആര്യൻ ഫൈനൽ വരെ ഇല്ലെങ്കിൽ ബോറിംഗ് ആകും. അല്ലേ? അങ്ങനെ ആര്യന് ഇഷ്ടമില്ലാത്തവർ പോലും അങ്ങനെയായിരുന്നു പറയുന്നത്, ബോറിംഗ് ആകും. ഈ എന്നോട് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പൂജിതയും ഇവരൊക്കെ. അപ്പൊ ഇവരിങ്ങനെ പറയും ലൈക്ക് എടാ നിനക്ക് ബാഡ് കമന്റ്സ് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് നോക്ക്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ കുറെ ബാഡ് കമന്റ്സ് നോക്കി. ഇവര് തന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ മിസ് യു ആര്യൻ, വട്ട് എവർ ഹാപ്പൻ വാസ് പാർട്ട് ഓഫ് ദ ഗെയിം, ബട്ട് യു ആർ എ ഗ്രേറ്റ് ഗെയിമർ, ഫൈനൽ 5 വരെ എത്തേണ്ടതായിരുന്നു, നിന്നെ എത്ര ബാഡ് കമന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും വി വിഷ്ഡ് യു ടിൽ ദി എൻഡ്. അങ്ങനെ സോ ഐ ഫെൽറ്റ് ഗുഡ്, ലൈക്ക് ഹേറ്റേഴ്സ് ബിക്കേം മൈ ലവേഴ്സ്. മേ ബി കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിലാണോ അതോ ഇപ്പൊ ഇറങ്ങിയത് തന്നെയാണോ ബെറ്റർ? ഇപ്പൊ എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആൻസർ ഇല്ല. ഇപ്പൊ ഇറങ്ങണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണോ? ഞാൻ ടോപ്പ് 5 മൈൻഡിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഞാൻ പിന്നെ മാതിരി ഞാൻ എഫേർട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റേ എൻഡ്യൂറൻസ് ടാസ്ക് ആയാലും 5 മണിക്കൂർ 10 മണിക്കൂർ ഞാൻ വണ്ടിയിൽ ഐ ബീൻ ദെയർ, നോട്ട് ലുക്കിംഗ്. ഈ ടിക്കറ്റ് ടു ഫിനാലെ നോക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ജയിക്കാൻ വേണ്ടി നിന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കും ഇപ്പോൾ പോകേണ്ട ആവശ്യം ഉണ്ടായില്ല, ഷുഡ് ഹാവ് സ്റ്റേഡ് മോർ ലോnger. ബട്ട് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ആ വീക്ക് ഷുഡ് ഹാവ് ഗോൺ ബാഡ് ഫോർ മീ. ദാറ്റ്സ് വൈ എല്ലാം വോട്ട്സ് എല്ലാം പോയി, ഞാൻ കിട്ടിയില്ല. മേ ബി എവിടെയാണ് ആര്യന് പാളിപ്പോയത്?
അതാ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ആരുടെ ചോദിച്ചു എന്നോട് ആര്യന് എന്ത് തോന്നുന്നു, എന്താ ബെറ്റർ ആക്കാനല്ലേ. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് മൈൻഡിൽ നിന്ന് എന്തോ പറയാനുണ്ട്, ലൈക്ക് ഏട്ടാ ഇങ്ങനെ ശരിയായില്ല. പക്ഷെ ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ എന്താണ് അത്ര ബാഡ് അടിച്ചത്, ഞാൻ ക്യാപ്റ്റൻ ആയാണോ ബാഡ് ആയത്. എൻ്റെ കൂടെ 2 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, നെവിനും അക്ബറും. അപ്പോൾ നമ്മൾ 3 പേര് ഒരുമിച്ച് ചെയ്തൊരു കുറ്റം ആകെ ഫേസ് ചെയ്തത് ഞാൻ, അതിൻ്റെ കോൺസിക്വൻസസ്. അത് എനിക്കൊന്ന് നെവിൻ ഓൾസോ ഭയങ്കര ഷോക്കായിരുന്നു. നെവിൻ സേവ്ഡ് എന്ന് പറഞ്ഞപ്പോ നെവിൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അല്ലേ ആ ഒരു ടൈമിലെങ്കിലും ആരും വിചാരിച്ചിരുന്നോ ഓക്കെ അപ്പൊ ആ വീക്ക് എവിക്ഷൻ ഇല്ലാന്നായിരിക്കും? ഇല്ല ആ സമയത്ത് എൻ്റെ മൈൻഡിൽ നെവിൻ സേവ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പോയി ഞാൻ അവിടെ എവിക്റ്റായി പോയി. പിന്നെ ആ സമയത്ത് വന്ന തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോകണ്ട്, സമയമല്ലല്ലോ, തുണികളൊന്നും പാക്ക് ചെയ്തിട്ടില്ലല്ലോ, ഓവർ കോൺഫിഡൻസ് ആയി പോയോ, അങ്ങനെ ഞാൻ എന്താ തെറ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു വോട്ടിംഗ് നടന്നത്, എന്തെങ്കിലും ഞാൻ ജനങ്ങളെ ഇങ്ങനെ അപ്സെറ്റ് ആക്കാൻ വേണ്ടി എന്താ ചെയ്തത് ഈ വീക്ക്, അങ്ങനെ ആ ചിന്തയിൽ ഫുൾ ബാഡ് തോട്ട്സ് ആയി മൈൻഡിൽ. പിന്നെ ലാലേട്ടൻ സത്യം പറഞ്ഞ വന്നപ്പോ ഒരു കെട്ടി പിടിച്ചു തന്നെ. ലാലേട്ടൻ ഗുഡ് ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് കേട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഇതാണ് എന്റെ വിക്ടറി. യുനോ ലാലേട്ടൻ അത്ര വേർഡ്സ് പറഞ്ഞു, എന്നെ ഹഗ് ചെയ്തു, അത്ര സ്നേഹം കാണിച്ചു. എനിക്ക് വേണ്ടി പേഴ്സണലി അതാണ് എൻ്റെ വിക്ടറി. കപ്പോ ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ ജനങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഇത്രയോ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് മീറ്റ് ചെയ്തു. ഞാനിപ്പോൾ പുറത്ത് പോയാലും ഭയങ്കര ഷോയിങ് സോ മച്ച്, യുനോ സ്പ്രെഡിങ് സോ മച്ച് ലവ്. അപ്പോൾ എനിക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ ആ കപ്പ് മാത്രമില്ല, ബാക്കി ആ കിട്ടിയ ബിഗ് ബോസ് തന്നൊരു പ്ലാറ്റ്ഫോം, ഫെയിം, എവറിത്തിങ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഇറ്റ്. വ്യൂവേഴ്സ് എയർപോർട്ടിന്റെ അവിടെ വന്ന സമയത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആര്യൻ ഇറങ്ങി വന്ന സമയത്ത് കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കുന്നത്. അവർ ഭയങ്കര ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇവൻ ഏതാന്നൊക്കെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ഇവൻ ഏതാ ഇത് കണ്ടിട്ടില്ലല്ലോ പാവം. ഒരു മൈക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കേക്കാന്ന് കരുതിയിട്ട് അത് ഭാഗം ഒന്ന് കഴിക്കാൻ പോയി. അങ്ങനെ എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ ലൈഫിൽ ഇങ്ങനെ ഇമാതിരി ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെ അക്ഷരത്തിൽ ആരും മൈൻഡും ചെയ്യാറില്ല ഇതിന് മുമ്പൊക്കെ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയോ ആഡിൽ കണ്ട പോലൊരു പയ്യൻ അങ്ങനെയൊക്കെ ആയാലും പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ഈ പറഞ്ഞ പോലെ സഡൻ ലൈഫിലൊന്നും കിട്ടാത്തൊരു ഫെയിം അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൗഡാണ്. അപ്പോൾ ഈ മൈക്കൊക്കെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ചാനലിൽ ഒരാളിങ്ങനെ മൈക്ക് കാണിച്ചപ്പോൾ ഞാൻ ആന്ന് കളിച്ചു. പിന്നെ എൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ തട്ടിയടാ മൈക്ക്, എടാ കേക്കല്ല മൈക്കാന്ന്. അപ്പോൾ ഞാൻ താങ്ക് യു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോൾ അവിടെ ഒറ്റ ഓട്ടം. അതൊക്കെ ഭയങ്കര അത് ട്രോളായില്ല, ഭാഗ്യം സത്യം. നിങ്ങളിനി ട്രോളാക്കല്ലോ. ഇല്ല, ആര്യന്റെ ഈ ലാസ്റ്റത്തെ നിങ്ങളുടെ അത്രയും ദിവസത്തെ ജേർണി കാണുന്ന സമയത്ത് ഒരു ഫുൾ പാക്കേജ് ആയിരുന്നു. ഇല്ലാത്ത ഒരു ഇമോഷൻ ഇല്ല. ഫണ്ണിന് ഫണ്ണ്, മണ്ടത്തരത്തിന് മണ്ടത്തരം, കോമഡിക്ക് കോമഡി, പിന്നെ അതേപോലെ ദേഷ്യം, എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ലവ്, എല്ലാവരോടും ഉള്ള ഒരു എംപതി, എന്നാൽ അതുപോലെ തന്നെ ആളുകളെ നല്ല ചൊറിയുന്നുണ്ട്, എല്ലാം ഒരു ഫുൾ പാക്കേജ്. എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് പാക്കേജ്, ഒരു റിയാലിറ്റി ഷോ മെറ്റീരിയൽ ആണ്. പല റിവ്യൂവേഴ്സും ഞാൻ പറയുന്നത് കണ്ടു. ആ ഒരു ആര്യനെ തന്നെ ഇപ്പോഴും കാണുന്നത്. മുഖത്ത് ഒരു മിനിറ്റിൽ തന്നെ എത്ര ഇമോഷൻസ് ആണ്. അല്ല ഈ കാര്യത്തിന് വേണ്ടി ഞാൻ വീട്ടിൽ ട്രോൾ ആയിട്ടുണ്ട്. എടാ നീ ചൂടാവുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഹാപ്പി ആണോ മനസ്സിലാവാനുള്ള ആര്യൻ. നീ ഫൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആംഗ്രി ആവണം, അല്ലെങ്കിൽ ഹാപ്പി ആണെങ്കിൽ നീ ഭയങ്കര എക്സ്ട്രീം ആണല്ലോ. എൻ്റെ ഇമോഷൻസ് ഞാൻ ഭയങ്കര ഇമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഇഫ് ഐ എം എക്സ്പ്ലെയിനിങ് സംതിങ് ടു യു, ഞാൻ നല്ലോണം അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതെൻ്റെ ഒരു ടൈപ്പാണ്. ആര്യന്റെ മെച്യൂരിറ്റി എല്ലാവരും പറഞ്ഞ ആര്യൻ ഇമ്മച്യൂർഡ് ആണ്, അതുകൊണ്ട് ആര്യന് കുറച്ച് പാളിപ്പോയി. ആര്യൻ അങ്ങനെ തോന്നുന്നുണ്ടോ ഇമ്മച്യൂർഡ് ആണ്? സത്യം പറഞ്ഞാൽ പല ആൾക്കാർ പല സ്ട്രാറ്റജി വെച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ അനീഷിന്റെ സുപ്രഭാതം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനുമോളുടെ കരച്ചിൽ. അപ്പൊ ഇവർക്ക് ഇവരായ ഒരു ഇതുണ്ട്, ഇവർക്ക് ഇവരായ ഒരു ഫോട്ടോ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ. അപ്പോൾ പക്ഷെ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഓണസ്റ്റ്ലി നിങ്ങളോട് പറയാം, ഐ നോട്ട് സ്പോക്കൺ ടു എനിവൺ അബൌട്ട് ദിസ്. ഞാൻ അങ്ങനെ മൈൻഡിൽ സ്ട്രാറ്റജി ഇല്ല. ഞാൻ ലാസ്റ്റ് സീസൺസ് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ സീസൺ 6 ജിൻഡോയുടെ ജയിച്ച വർഷം, ഗബ്രി ആ സീസണൊക്കെ ഞാൻ കുറെ മെയിൻ സാധനങ്ങൾ കണ്ടു, ടാസ്ക് കണ്ടു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒരു ഐഡിയ വെച്ചിട്ട് മൈൻഡിലാണ് ഈ സീസൺ പോയത്. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി എന്താ ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ നിൽക്കണം, ആൾക്കാർക്ക് ഈ ജനങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടും, പിന്നെ ഇങ്ങനെ നിന്നാലേ വോട്ട്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ മൈൻഡിൽ ഇപ്പം ഒന്നും ഇല്ല. ഫസ്റ്റ് 2 വീക്സ് എക്സ്പ്ലോറിങ് ആയിരുന്നു. എല്ലാവരും നോക്കാം വീട്ടിൽ ആരൊക്കെ എന്തുണ്ട്, എങ്ങനെ സംസാരിക്കുന്നു. പിന്നെ ടാസ്ക്, എൻ്റെ മെയിൻ മോട്ടീവ് എനിക്ക് ആകെ ഇരുന്ന് ഈ പറഞ്ഞ ടാസ്ക്സാണ്. ആ ടാസ്ക് ഇങ്ങനെ മാക്സിമം ബെറ്ററൈസ് ചെയ്യാൻ പറ്റും ആണ് മാത്രം എൻ്റെ ഈ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് അറിയുന്ന സാധനങ്ങൾ. ബാക്കി എന്ത് സംസാരിക്കണം, ആരോട് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഷോയിൽ ഫസ്റ്റൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും ചേട്ടാ, ശാരിക ചേച്ചി, സരിക ചേച്ചി, ഷാനവാസിക്ക, അക്ബർക്കാക്ക, ആ ഒരു സംസാരത്തിൽ ഞാൻ തുടങ്ങിയത്. പിന്നെ ചില ആൾക്കാർ പറയാം നീ പോയി വീട്ടിൽ പോയി പറയടാ. അപ്പൊ ഞാൻ ദാമ്പോളാ പൂ ചെയ്യുന്നു.
പൂച്ചേതാ? ഞാൻ ഈ മറ്റേ ഷാനവാസിനൊക്കെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോടാ ആ പൂച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ നീ പോടാ പൂച്ച രുദ്രനാ നിന്റെ വിചാരം ബോറനാന്നൊക്കെ കുറെ തുടങ്ങിയത് ഇങ്ങനെയാണ്. ചേട്ടാ അങ്ങനെ ചെയ്യരുത് ചേട്ടാ, വെസൽ കടക്ക ചേട്ടാ. പക്ഷെ ഇവര് തിരിച്ച് വിളിക്കുന്നത് തന്തിക്കുന്നുള്ളതൊക്കെയാണ്. അപ്പൊ അവിടെ നിന്ന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവരെന്നെ ഈ പറഞ്ഞ ഇമ്മച്യൂരിറ്റി യൂസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഈ വീട്ടില് വയസ്സ് കുറഞ്ഞ ആൾക്കാരെ തട്ടിവിടാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. 19 വയസ്സുള്ള റെന ഫാത്തിമ, 23 വയസ്സുള്ള ആര്യൻ, ഇവരുടെ വായനൊക്കെ എന്ത് സെൻസ് വരും? നമ്മൾ ഇത്ര വലിയ ആൾക്കാരാണല്ലോ, ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഞങ്ങൾ പറഞ്ഞ ഭയങ്കര പോയിന്റും ഇവര് പറഞ്ഞ പയ്യന്മാരെന്തോ സംസാരിക്കുന്ന പോലെയാ. ഈ മെന്റാലിറ്റി ഫസ്റ്റ് വരാൻ തുടങ്ങിയ ആൾക്കാർക്ക്, ഞാൻ ഈ ചേട്ടാവെളി ആ സമയത്തൊക്കെ. പക്ഷെ അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ട്. ഈ മോർണിംഗ് ടാസ്കിലൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ പേര് എന്ന് പറഞ്ഞാൽ അനീഷേട്ടൻ്റെ ആയിരിക്കും. ഞാൻ കുറച്ചും കൂടി സീരിയസ് ആണ്. ഞാൻ തുടങ്ങിയത് ഈ പറഞ്ഞ ഫണ്ണിലാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അനീഷേട്ടനായിരിക്കും. ഇങ്ങനെ ചിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ കോമഡിയൊക്കെ എടുക്കും എന്നെ. ഫസ്റ്റ് 2-3 വീക്സ് അതായിരുന്നു. എന്നെ കോമഡിയാക്കി ഇട്ടു, പിന്നെ ബേറ്റ് പോലെ യൂസ് ചെയ്തു, ക്യാപ്റ്റനൊക്കെ ആക്കി. എനിക്ക് മനസ്സിലായി, എൻ്റെ മൈൻഡിൽ അത് പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞൊരു ഷിഫ്റ്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. എല്ലാ സ്ഥലത്തും കോമഡിയും കോപ്രായം കാണിക്കും. അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ജനങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഐ എം ലിറ്റിൽ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഭയങ്കര ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും, സംസാരിക്കും, എല്ലാവരുടെയും ഇടപെടും, അങ്ങനെ പോലത്തെ ഒരാള്. പക്ഷെ ടാസ്കിലോട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര മെച്ചൂരിറ്റിയും സീരിയസ് ആയിട്ട് മാത്രം സംസാരിക്കുള്ളൂ. ദാറ്റ് ഈസ് മൈ സ്പേസ് ടു കണക്ട് വിത്ത് പീപ്പിൾ ഹു ആർ മെച്ചൂർ. മനസ്സിലായി. ബാക്കിയുള്ള സമയത്ത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എല്ലാ സ്ഥലത്തും ഞാൻ മറ്റേ ഈ പറഞ്ഞ കോമാളിത്തരം ഒന്നും കാണിച്ചിട്ടില്ല. കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഞാൻ ബാക്കി സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ഗെയിമിന് എടുത്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ പോയിന്റ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അത് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ആരും അത് കഴിഞ്ഞിട്ട് കളിയാക്കിയിട്ടില്ല. ഈ ഏറ്റവും കൂടുതൽ ആര്യൻ ഔട്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യം അനുമോളെ എന്തുകൊണ്ട് ഹഗ് ചെയ്തില്ല. അനുമോൾ ഇങ്ങനെ ട്രോമറ്റൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ കുറെ ഇത് വന്നിരുന്നു. അനുമോൾ എന്താണ് അനുമോളെ ഹഗ് ചെയ്യാഞ്ഞത്? എന്തായിരുന്നു അവിടെ നടന്നത്? അനുമോളെ എന്താ ഹഗ് ചെയ്യാഞ്ഞത്? ഞാനിത് ഓണസ്റ്റ്ലി പറയാം. നമ്മുടെ വീടിനകത്തിരിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ അറിയാണ്ട് ഇത് ചിലപ്പോൾ അറിയാണ്ട് ചെയ്തു പോകും, ഇല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് അവിടെ സ്കിപ്പ് ചെയ്ത് പോകും. എനിക്കൊരു ധാരണയില്ല ഈ കാര്യം. ഞാനിത് അറിയണത് ഞാൻ ഈ കൊച്ചി എയർപോർട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഫോൺ തുറക്കുമ്പോഴാണ്. ഈ മീംസ് ഒക്കെ മറ്റേ ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ട് ആ ജോക്കറൊക്കെ ഇട്ടിട്ട് അവരുടെ മുഖത്ത് ഞാൻ സ്കിപ്പ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തിട്ടില്ല. ഓണസ്റ്റ്ലി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഹഗ് ചെയ്തിരുന്നോ? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തോണ്ടിരിക്കുക എല്ലാവരും. ഫസ്റ്റ് വന്ന് നൂറേനെ ഷേക്ക് ഹാൻഡ് ചെയ്തു, ആദിലിനെ കെട്ടിപിടിച്ചു. പിന്നെ ഞാൻ കണ്ടത് അക്ബറിന്റെ മുഖമാണ്. അപ്പൊ അക്ബർ ഇങ്ങനെ ടീയേഴ്സ് ഒക്കെ ഹോൾഡ് ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ പോയത് അക്ബറിനെ ഹഗ് ചെയ്യാൻ പോയപ്പോൾ അനീഷേട്ടൻ കൈ കാണിച്ചു ഇങ്ങനെ. അപ്പോൾ ഞാൻ അനീഷേട്ടാ നിങ്ങളെ ഒരിക്കലും മറക്കില്ല അനീഷേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്ബറിനോട് ചാടി. അവിടെ ഞാൻ അറിയാണ്ട് ഈ പറഞ്ഞ പോലെ അനുമോളിൽ ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാതെ ഇങ്ങനെ സ്കിപ്പ് അടിച്ചു പോയി. എനിക്കത് എൻ്റെ മൈൻഡിൽ ഞാനത് നോട്ടീസ് പോലും ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും അനുമോൾ അവിടെ ഇങ്ങനെ നല്ല ഒരാളായിട്ട് നിൽക്കുകയാണ്. ആര്യൻ ഇന്റൻഷനലി ഇങ്ങനെ പോയ പോലെ നമുക്ക് തോന്നി. ആൾക്കാരെ ട്രോൾ ചെയ്തു, സിഗ്മ അടിപൊളി, ആര്യൻ അടിപൊളി. പക്ഷെ ഞാൻ എൻ്റെ മെയിൻ ഇന്റൻഷൻ ആരെ ഹേർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. എനിക്ക് ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗിവൻ. ബിക്കോസ് ഞാൻ ഈ നിങ്ങൾ ലൈവ് ഇല്ല ദിവസം നിങ്ങൾ നേരെ കയറി പോകുമ്പോൾ ഞാൻ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡിൽ അനുമോളും പറയുന്നുണ്ട് ആരും ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്, പാവം അവനൊരു രുചിയായിരുന്നു ഈ വീട്ടിലൊക്കെ പറയുമ്പോൾ ഞാൻ ഇറ്റ്സ് വെരി ഒബ്വിയസ് അവൾ ഒഫെൻസീവായി എടുത്തിട്ടില്ല ഈ കാര്യങ്ങൾ. പുറത്ത് ഒഫെൻസീവായി വന്നിട്ടുണ്ട്. ആര്യൻ അനുമോള് സ്കിപ്പ് അടിച്ചു, സംടൈംസ് ഈഗോ ഇസ് ഗുഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഓണസ്റ്റ്ലി പറയുന്നത് ഞാനത് മറന്നുപോയ കാര്യം. ഇപ്പം സ്റ്റിൽ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ആര്യൻ അല്ല വേറൊരാളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ആര്യനും ഫീൽ ചെയ്യില്ലേ? ഞാനും ഫീൽ ചെയ്തു, അയ്യോ ഇത് അനുമോള് സ്കിപ്പ് അടിച്ച പോലെയാണല്ലോ. ഞാനിത് റിയലൈസ് ചെയ്യുന്നുണ്ട് തിരിച്ചെത്തിയിട്ട് കാണിച്ച മണ്ടത്തരങ്ങളൊക്കെ. പക്ഷെ ഞാനത് ഓണസ്റ്റ്ലി ഞാൻ നിങ്ങളോട് റിവീൽ ചെയ്യാണ്. ഞാൻ അവളെ പേർപ്പസ്ലി ഒന്നും ഇല്ലെങ്കിൽ ഈഗോ കാണിക്കാനോ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാനും അനുമോൾ തമ്മിൽ ഇമാതിരി ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട് വീട്ടില്. പക്ഷെ എന്നിട്ടും ഈ കയറിന്റെ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര രസമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട് അവളുടെ കൂടെ വാട ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. സോ ഐ ഫീൽ എനിക്ക് അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ട് അങ്ങനെ ഞാൻ ചെയ്ത കാര്യമൊന്നുമല്ല, അറിയാണ്ടായി പോയതാണ്. എത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അനുമോളോട് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനുമോള് ആര്യനെതിരെ പറഞ്ഞിട്ടുള്ള പല അലിഗേഷൻസും വേറെ ഏത് സീസൺസിൽ വേറെ ആരോടാണെങ്കിൽ പോലും പിന്നെ ഒരു മേ ബി മിണ്ടീന്ന് പോലും വരില്ല. ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടായിരിക്കും ത്രൂ ഔട്ട് ദ സീസൺ ആൻഡ് ത്രൂ ഔട്ട് ദ ലൈഫ് ബിഹേവ് ചെയ്യുക. ബട്ട് ആര്യൻ അങ്ങനെ ഒരു രീതിയിലേ നിന്നിട്ടില്ല. ഒരു സോഫ്റ്റ് കോർണർ അനുവിനോട് ഉണ്ടായിരുന്നോ? ഇല്ല, സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയില്ല. ഐ വുഡന്റ് ടേം ഇറ്റ് ആസ് സോഫ്റ്റ് കോർണർ. ബട്ട് ലൈക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചൊരു കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഹേറ്റഡ് അല്ല യൂസ് ചെയ്യേണ്ടത്, കുറച്ച് ലവാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ വന്നപ്പോൾ തന്നെ അനുമോൾ കുറച്ച് ഇങ്ങനെ ഈ കാര്യത്തിലൊക്കെ ഈ സദാചാര്യം കാര്യങ്ങളൊക്കെ കൂടുതലാണ് അനുമോളിന്. അപ്പോൾ ഇങ്ങനെ കുറേ ചൂണ്ടി കാണിക്കും എന്നെ,
നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ചെയ്യില്ല, ഓണം ഒരുമിച്ച് കിടക്കൂല, അത് ചെയ്യാൻ തെറ്റാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഫസ്റ്റ് 2 വീക്ക്. അവൾ തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ശരിക്കും പറഞ്ഞാൽ അവളുടെ ചില കാര്യങ്ങൾ ഞാൻ സീരിയസ് ആക്കി എടുക്കാറില്ല. അവൾ പറയുമ്പോൾ ചെയ്യില്ലേ, അങ്ങനെ പോവാനോ എന്തിനാ ഫൈറ്റ് ചെയ്യണ്ടേ. പക്ഷെ ഈ കാര്യം, ഈ ജിസയിലും വന്ന കാര്യം, ഭയങ്കര ഹൈപ്പായ കാര്യം, അത് എനിക്ക് സീരിയസ് ആക്കി എടുത്തേ പറ്റൂ. ബിക്കോസ് അത് എന്റെ ഈ പറഞ്ഞ പോലെ എന്റെ വ്യക്തി ഹത്യ എന്ന് പറയുന്നത് അതാണ് എന്റെ ബേസിക്കലി. ഞാൻ പുറത്തു പോയാൽ പീപ്പിൾ വിൽ ജഡ്ജ് മീ എ ലോട്ട്. സോ എനിക്കത് ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിനോട് ക്ലിയർ ആക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ 72 ക്യാമറ കണ്ടിട്ടില്ല. മറ്റേ ബിഗ് ബോസ് മൊത്തം 6 മണിക്കൂർ ടീം കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അനുമോൾ മാത്രം കണ്ടു. അതാണ് തന്നെ മിസ്റ്ററി. അനുമോൾ ഹാസ് ഓൺലി സീൻ ദാറ്റ് ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെ പോലത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ സമയത്ത് ഞാൻ നല്ല ചൂടായി അനുമോളോട്. ഐ ഡിഡ്ന്റ് ടോക്ക് ടു ഹർ ഫോർ ഫ്യൂ ഡേയ്സ്. ഇങ്ങനെ പോലത്തെ വലിയ വലിയ ഇഷ്യൂസ് വരുമ്പോൾ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സൊസൈറ്റിയിൽ ഇമ്പാക്ട് അടിക്കുന്ന ഇഷ്യൂസ്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് പൊതുവേ. ഈ സദാചാരം ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ കുറച്ച് കൂടുതലാണ് ചില കാര്യത്തിലൊക്കെ. നമ്മൾ മെറിൻ ഡ്രൈവ് ഇഷ്യൂ ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പറിലും. അപ്പോൾ ഇങ്ങനെ പോലത്തെ ഒരു സൊസൈറ്റിക്കലി ബേസ്ഡ് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ റേസ് ചെയ്തു. എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ കണ്ട് പറഞ്ഞ് ഹൈപ്പ് അടിച്ച് ഒരു കാര്യമാണ്. ഇതെന്റെ ഇംപ്രഷനും ബാധിക്കും, ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിയുടെ ഇംപ്രഷനും കൂടി ബാധിക്കും ഇത്. പക്ഷെ അവൾ ഭയങ്കര ചില്ലായിരുന്നു. അനുമോളല്ലേ വിട്ടേക്ക്, ഞാൻ വിടില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ വിട്ടു പോവില്ല, ഈ കാര്യം ഞാൻ ഇഷ്യൂ ഉണ്ടാക്കും. ലാലേട്ടൻ വീക്കെൻഡ് വന്നിട്ട് എനിക്ക് പ്രൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഐ വാസ് സപ്പോസ് ടു ലീവ്, ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഒരു ഇങ്ങനെ ക്ലോസായിട്ട് സംസാരിച്ചിട്ട് ഇവർ ഉണ്ടാക്കിയ ഒരു കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കര ഒരു ബാഡ് ഒരു ഇമേജ് വരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അവിടെ ഞാൻ അനുമോളിനെ ഇങ്ങനെ റേസ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി. അതല്ലാതെ ഞാൻ വീട്ടിൽ ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ ടോം ആൻഡ് ജെറി മാതിരി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം. അപ്പോൾ അത് ഐ ഡോണ്ട് മൈൻഡ്. അനുമോൾ ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അതെ, ബട്ട് ആര്യന് അറിയാം അനുവിന് പുറത്ത് PR ഉണ്ട്, എല്ലാ കാര്യങ്ങളും ആര്യന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് അനു പറയുന്നതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തു വരും എന്നുള്ള കാര്യവും ആര്യനറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പുതപ്പിന്റെ ഇഷ്യൂ, ബെഡ്ഷീറ്റിന്റെ ഇഷ്യൂ, ഇതൊക്കെ ഇത്ര സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുമ്പോഴത്തേക്ക് ആര്യന് ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്റെ ഫ്യൂച്ചർ എന്താണ്? അങ്ങനെ ടെൻഷനിലോട്ട് പോയിരുന്നോ? അത് 100%. എനിക്ക് അനുമോളിന് പൊതുവേ ഈ വീട്ടിൽ പേടി ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. ഇപ്പൊ ഞാനും അനുമോൾ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ അവളുടെ ഈ പറഞ്ഞ PR ആണോ എന്താണെന്ന് എനിക്ക് അറിയില്ല, ഫ്രണ്ട്സ് ആണോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് PR കാര്യത്തിൽ കുറെ. അപ്പൊ ഈ PR എന്റെ എതിരെ വന്നിട്ട് പുറത്ത് എന്നെ സീനാക്കി എന്നെ ഭയങ്കര ബാഡായി കാണിക്കുന്നു എൻ്റെ മൈൻഡിലും ആ ഷോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എവറി മൂവ് വിത്ത് അനുമോൾ ഹാഡ് ടു ബി ലിറ്റിൽ റെസ്പോൺസിബിൾ. എന്തെങ്കിലും വായന മണ്ടത്തരം പറഞ്ഞാലും എൻ്റെ അഗേൻസ്റ്റ് ആൾക്കാരെ പുറത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് കുറെ നെഗ് കടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിപ്പോൾ അനുമോളുടെ PR ഞാൻ പറയണില്ല, ഞാൻ പൊതുവെ ആരുടെയോ PR എൻ്റെ അഗേൻസ്റ്റ് കളിച്ചിട്ടുണ്ട്. അനീഷിൻ്റെയോ അനുമോളിനെ എനിക്ക് ആരാന്ന് അറിയില്ല. ചിലപ്പോൾ ഇവരായിരിക്കില്ല, ഈ രണ്ടുപേരും ആയിരിക്കില്ല, ഈ രണ്ടുപേരും ചിലപ്പോൾ പാവമായിരിക്കും, എനിക്കൊന്നും അറിയില്ല. ഇത് എൻ്റെ മൈൻഡിലും ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ ചില ആൾക്കാരുടെ PR-ന്റെ അഗേൻസ്റ്റ് നല്ല ബാഡ് രീതിക്ക് കളിച്ചിട്ടുണ്ട്. ആര്യൻ ഇതാണ് അതാണ് അങ്ങനെ ഈ പറഞ്ഞ 100 ഫോളോവേഴ്സുള്ള അക്കൗണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ അങ്ങനെ വെറുതെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഡേർട്ടി കമന്റ്സ് എൻ്റെ ഫാമിലിയോടും എന്നോടും. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എവിടെയോ മൈൻഡിൽ ഒരു സെൽഫ് റെസ്പെക്റ്റോ അല്ലെങ്കിൽ സെൽഫ് ഇമേജ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു 100%. ബട്ട് സ്റ്റിൽ അനുമോള് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ എപ്പിസോഡിലോ നമ്മളൊന്നും കണ്ടിട്ടില്ല മാറ്റുന്നത്. ഞാനത് ഇല്ല കണ്ടു മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ എപ്പിസോഡിൽ കാണാത്തതാണെങ്കിൽ പോലും ആര്യനോടോ ജിസേലിനോടോ വന്ന് സോറിയോ എന്തെങ്കിലും ഇല്ല. അത് അനുമോൾ ഒരിക്കലും സോറി പറയാറില്ല ഈ വീട്ടിൽ. അത് ഭയങ്കര ഒരു ചർച്ചയാണ്. അത് അവളുടെ നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ഞാൻ പറയുള്ളൂ. അത് ഞാൻ അനുമോളെ റെസ്പെക്ട് ചെയ്യുന്നു. അനുമോൾ ചെയ്ത കുറ്റായാലും ചെയ്യാത്ത കുറ്റായാലും അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അനുമോൾ ഇല്ല, ബിക്കോസ് അനുമോൾ സോറി പറഞ്ഞാൽ അത് പുറത്ത് വിടാൻ പോണത് ഈ പറഞ്ഞ പോലെ അവൾ ചെയ്ത തെറ്റാന്ന് പോലെയാണ്. എല്ലാം അവളുടെ അഗേൻസ്റ്റുള്ള PRs വെയിറ്റ് ചെയ്യണം അവളുടെ അഗേൻസ്റ്റിൽ എന്തെങ്കിലും കിട്ടാൻ. ഈ ഫുൾ PR വോറൊക്കെ എനിക്ക് എക്സാക്ട്ലി ഞാൻ പുറത്തുനിന്ന് മനസ്സിലായത്. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ PR വോർ, ആർമി ബാറ്റിൽ. ഞാൻ പറയും ആർമി ബാറ്റിലാ ബിഗ് ബോസിലാ. എടാ നിനക്കറിയില്ല 2 ഫാൻ ആർമി തമ്മിൽ 1 ഫൈറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അയ്യോ അതിൽ എനിക്കൊക്കെ ഒരു ആർമി ഉണ്ടോടാന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സ്കൂൾ കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങളെ കുറച്ചൊരു ആർമി തുടങ്ങി ആർമിയൊക്കെ ഉണ്ട് ആര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഭാഗ്യം, അതൊരു സന്തോഷമൊക്കെ ആയി. പക്ഷെ ഈ പറഞ്ഞ പോലെ പുറത്തിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ PR-ന്റെ ഇഷ്യൂ ആയാലും എനിക്കൊന്നും എക്സാക്ട്ലി അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. പക്ഷെ എവിടെയോ അവൾ സോറി പറയില്ല. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, അവൾ ഈ പറഞ്ഞ ഒരു എന്ത് തെറ്റ് ചെയ്താലും സോറി പറഞ്ഞാൽ അവൾ പ്രൂവൺ റോങ് ആണ്. പക്ഷെ അങ്ങനെ പ്രൂവൺ റോങ് ആയിട്ട് കാണിക്കില്ല. ലാലേട്ടൻ പറഞ്ഞാലും അനുമോൾ ഒന്ന് പറയാനില്ലേ, ഇല്ല ലാലേട്ടൻ ഞാൻ കണ്ടു, അത് അവളുടെ ഗെയിമാണ്. നല്ല ഗെയിം ആവാം, മേ ബി എ ഗുഡ് ഗെയിം. പ്രേക്ഷകർക്ക് പീപ്പിൾ ഹു ലവ് ഹർ വിൽ ട്രസ്റ്റ് ഹർ, അത്രേ ഉള്ളൂ. ആര്യന് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അറിയായിരുന്നു അല്ലേ അനുവിന് PR ഉണ്ടെന്നുള്ള കാര്യം? മറ്റേ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ മീഡിയയിലും കണ്ടു. പിന്നെ PR ഉണ്ടെന്ന് ഉറപ്പായിരുന്നു. ഐ തിങ്ക് അത് ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. അല്ലെ കോൾ ചെയ്ത് അതെ വിളിച്ചു പറഞ്ഞു, ഇൻഫോം ചെയ്തു. ഞാൻ ആക്ച്വലി
PR ഞാൻ ഈ PR എന്ന് പറഞ്ഞ സാധനം എനിക്ക് എക്സാക്ട്ലി മൈൻഡിൽ എന്താണെന്ന് അറിയാം. ലൈക്ക് PR നമ്മളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യും, നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് കൂടും, കുറച്ച് പൈസ ഉണ്ടാക്കാം, ആ ഒരു രീതിക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഇപ്പുറത്തപ്പുറം നമ്മൾ സംസാരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ വിനു എന്ന് പറഞ്ഞ ആളായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണ്. ഞാനും അവനോട് ഇങ്ങനെ PR ആണ് അല്ലെങ്കിൽ OR ആണ്, അല്ലെങ്കിൽ ഞാൻ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഈ പ്രത്യേകത, ഞാൻ എൻ്റെ ജോലി ഇതാണ്. ജോലികൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ, പക്ഷെ പൈസ കേട്ടപ്പോൾ ഞാൻ കുറച്ച് നെട്ടിപ്പോയി. എനിക്ക് അമൗണ്ട് വരാൻ താല്പര്യമില്ല. ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ പോണത് ഈ ഷോയില്. അപ്പൊ ആര്യനെ എന്താ ശരിക്കും പറഞ്ഞാല് ആര്യന്റെ PR കൂടി ചെയ്യാന്നുള്ള രീതിയിലാണോ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ PR കാര്യം അറിയില്ല. എന്റെ ഈ പഴയ എക്സ് കണ്ടസ്റ്റൻസ് ചില ആൾക്കാർ പറയാണ്, ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ഈ മീഡിയ ഫീൽഡ് ആൾക്കാർ പറയുന്നത് നീ PR ചെയ്ത് പോകണമെങ്കിൽ നിന്റെ ഇംപ്രഷനൊക്കെ പുറത്ത് ഭയങ്കര ബാഡ് ആയിരിക്കും, നിന്നെ ആരും വോട്ടും ചെയ്യില്ല, നീ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, നീ പോണത് തന്നെ ഒരു PR വേണ്ടിയല്ലേ, നീ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ പോണത് കുറച്ച് റെക്കഗ്നിഷൻ കിട്ടാനും നിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ, പിന്നെ എന്തിനാ പൈസ കൊടുത്തിട്ട് ആൾക്കാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? എൻ്റെ അമ്മയുടെ മെൻറ്റാലിറ്റി ആണത്. ഇഫ് ഐ ആസ് മൈ മോം, അമ്മ ഒരു 5-10 ലക്ഷം ഇങ്ങനെ ഒപ്പിക്കണം അമ്മ പ്ലീസ്, എനിക്ക് ചെയ്തേ പറ്റൂല, ഞാൻ പുറത്താന്ന് പറയുമ്പോൾ അമ്മ ഓക്കേടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേനെ. പക്ഷേ എൻ്റെ വീട്ടിൽ മെൻറ്റാലിറ്റി ഭയങ്കര കാഷ്വലാണ്. ബിഗ് ബോസ് അല്ലേ, ഞങ്ങൾ ഹിന്ദി കാണാറുണ്ടൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, അതൊന്നും PR ആവശ്യമൊന്നുമില്ല. ഇവരുടെ മെൻറ്റാലിറ്റി ഇതാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യും, നീ സോഷ്യൽ മീഡിയ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയും നീ ടോക്ക് ടു പൂജിത, ടോക്ക് ടു വരുൺ സണ്ണി, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, മറ്റേ ജസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ 2-3 പേരുണ്ട്. അപ്പോൾ ഇവര് നന്ദു ചേട്ടനുണ്ട്, 2-3 പേര്. അപ്പോൾ ഇവർ 3-4 പേര് എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ പറയാം നിങ്ങൾ കട്ടിക്ക് നിൽക്കണം, എന്തൊക്കെയാണോ എല്ലാം സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചെയ്യണം, നല്ല എല്ലാ ദിവസവും എൻ്റെ പഴയ പിക്ചേഴ്സ് എടുത്തിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യണം, ആക്റ്റീവായിട്ട് പോകണം എൻ്റെ സോഷ്യൽ മീഡിയ, പിക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ റെഡിയാക്കി ഞാൻ വിട്ട് അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് 15 ലക്ഷം 20 ലക്ഷം, ചില ആൾക്കാർ വേറെ ആൾക്കാരെ സ്പോൺസർ ചെയ്ത ആൾക്കാർ 30 ലക്ഷം. ഞാൻ വെച്ചു അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലായി എൻ്റെ അവസ്ഥ, ഞാൻ എവിടെയോ ഒരു പ്ലിങ് വന്ന് വീഴും. എവിടെയാണെന്നറിയില്ല, ടോപ്പ് 5 ആവാം, ഇല്ലെങ്കിൽ ടോപ്പ് 8 ആവാം, ടോപ്പ് 12 ആവാം. എനിക്ക് മൈൻഡിൽ പോകുന്നുണ്ട് ഈ കാര്യം. PR കാരണം ഞാൻ എവിടെയോ വീഴും. ബിക്കോസ് ഐ എം നോട്ട് ബൈയിങ് വോട്ട്സ് ഓർ ഐ എം നോട്ട് ടെലിംഗ് പീപ്പിൾ ടു വോട്ട് ഫോർ മീ. അങ്ങനെ ഞാൻ ആകെ ചെയ്യുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസും പിന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഹെൽപ്പും. പിന്നെ എവിടെയോ ഞങ്ങൾ ഇപ്പം കോളേജസിലൊക്കെ എൻ്റെ മദർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ. എൻ്റെ മോന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മ പേഴ്സണലി ഷീ ലവ്സ് മീ സോ മച്ച്. അമ്മ പേഴ്സണലി പോയിട്ടുണ്ട് കുറേ ഇങ്ങനെ ബുട്ടീക്സിലും പിന്നെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ ഷോപ്സിലൊക്കെ പറയാൻ വേണ്ടി. അങ്ങനെ ഈ PR ഒരാൾക്ക് ചെയ്യുന്നത് തെറ്റില്ല, ബട്ട് കോ കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് ബാഡാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ PR എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് റിലേഷനാണ്. നിങ്ങൾ നിങ്ങളെ ആളെ പ്രൊമോട്ട് ചെയ്യൂ, നിങ്ങൾ നിങ്ങളെ ആളെ സൂപ്പർ സ്റ്റാർ ആക്കൂ. പക്ഷെ നിങ്ങൾ നിങ്ങളെ ആളെ സൂപ്പർ സ്റ്റാർ ആക്കിയിട്ട് മറ്റേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുറത്ത് ജീവിക്കാതെ പുറത്ത് പോയിട്ട് പുള്ളിക്ക് ആ ഒരു അവസ്ഥ ആയി പോകരുത്. ഈ പറഞ്ഞ മുണ്ട് തലയിലൊക്കെ ഉടക്കി ആ ഒരു അവസ്ഥയിലൂടെ വരരുത് ആരും. What I feel, you do PR, man. I'm not against PR. I'm very happy people are doing PR. അവരവരുടെ ഫെയിം തന്നെ ബെറ്റർ ആക്കട്ടെ. പക്ഷെ ഞാൻ പറയണത് നിങ്ങൾ ഫെയിം ആയിട്ട് നിങ്ങൾ എന്നെ താഴ്ത്താൻ നിൽക്കരുത്. അതാണ് എൻ്റെ ഒരു ബേസിക് റിക്വസ്റ്റ് ടു ഓൾ ദ PR മീഡിയാസ്, ആൻഡ് വിച്ച് ഇറ്റ്സ് ഓക്കെ. ഐ ഫീൽ ഈ പ്രാവശ്യം മാത്രം അത്ര എക്സ്ട്രീം വന്നിട്ടില്ല. പക്ഷെ ഐ എം ടോട്ടലി ഓക്കെ വിത്ത് ഓൾ ദാറ്റ്. അതെ, ഈ ഒരു 3 ക്യാപ്റ്റൻസ് ലാസ്റ്റ് വന്നു. ഈവൻ ആര്യൻ ഒറ്റയ്ക്കായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഈ ഒരു എവിക്ഷൻ ഉണ്ടാവുമായിരുന്നോ? ഡെഫിനറ്റ്ലി നോട്ട്. ഇത് ഒരിക്കലും ഞാൻ സേഫ് ഉള്ള വീക്കാണ് ഇത്. ഈ 3 ക്യാപ്റ്റൻ ആയ ഒരു 7ന്റെ പണിയാണ്. ബിഗ് ബോസ് തന്ന പണിയല്ല, ഞങ്ങളോട് തന്ന പണിയാണ്. ലാലേട്ടൻ എക്സാക്ട്ലി പറഞ്ഞു, മോനെ നമ്മൾ ചെയ്ത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയാ. ആര്യൻ നിങ്ങൾ ചെയ്താണ് 7ന്റെ പണിയായത്. അപ്പോൾ എനിക്കറിയാം ഞാൻ ലാലേട്ടൻ്റെ അതിൽ ഒരിക്കലും സംസാരിക്കൂല, പറയൂല. ലാലേട്ടൻ പറഞ്ഞ കറക്റ്റ് വേർഡ്സാണ്. നമുക്ക് വേണമെങ്കിൽ ഹാർമണി പിടിക്കായിരുന്നു, അത് ഞാൻ പിടിക്കാൻ ട്രൈ ചെയ്തു. ഇവർ 2 പേര് പറഞ്ഞ പോലെ നെവിൻ അവിടെ പാലൊക്കെ എറിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അഗേൻസ്റ്റ് ആണ്. അക്ബർ എന്തെങ്കിലും സംസാരിച്ചാൽ പ്രശ്നം വരാൻ പോകുന്നത് എൻ്റെ അഗേൻസ്റ്റ് ആണ്. ഞാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അഗേൻസ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ 3 പേര് ഒരുമിച്ചാണ്. മനസ്സിലായി. ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് എ ക്രൈം ഇൻ യു വാച്ചിങ് ദ ക്രൈം. ക്രൈം കണ്ട ആളും ഈ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ ആണ്. ആ ഒരു അവസ്ഥ എൻ്റെ ആയിപ്പോയി. ഞാനൊരു സാൻഡ്വിച്ച് ആയി പോയി. പക്ഷേ നെവിൻ ഈ അനുവിന്റെ ബെഡിലോട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിക്കാൻ പോയ സമയത്ത് ആര്യൻ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. ആൻഡ് ആ ഒരു സമയത്ത് ആര്യൻ ഭയങ്കര ജോളിയായിട്ട് ഹാപ്പി ആവുന്ന നിൽക്കുന്നത്. ദെൻ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് നെവിൻ ചെയ്തത് തെറ്റാണെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് തെറ്റാണെന്ന് റിയാക്ട് ചെയ്തതുമില്ല. അപ്പൊ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെ ആയോ? ഇല്ല, അത് ഞാൻ എക്സാക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നിലപാട് മാറ്റം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ആ കാര്യം അത് ഭയങ്കര നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ പോയി അനുവിനെ എണീപ്പിച്ചു. അനു ഇങ്ങനെ എണീച്ചു, പിന്നെ നെവിൻ വന്നു. നെവിൻ വന്നോടെ എണീക്കണിയില്ലെങ്കിൽ ഞാൻ വെള്ളം ഇടും. അപ്പൊ ഈ വെള്ളം ഇടുന്ന പറഞ്ഞാൽ
ഇങ്ങനെ ഒന്നും ഇടാൻ പോണില്ല, ഈ കയ്യിൽ മഗ്ഗിലിട്ടിട്ട് സ്പ്രിങ്കിൾ ചെയ്യാൻ പ്ലാൻ ആയിരുന്നു. അതവിടെ യൂഷ്വലി ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത്. ആദിലേയും ചെയ്യാറുണ്ട്, നൂറേയും ചെയ്യാറില്ല, എല്ലാവരും ചെയ്യാറുണ്ട്. വിച്ച് ഇസ് ടോട്ടലി ഫൈൻ മാൻ. കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് എന്താ പ്രശ്നം? പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പേഴ്സണൽ, നമ്മൾ വെണ്ടയ്ക്കാന്ന് പറയില്ലേ ഷോയില്, പേഴ്സണൽ വെണ്ടേറ്റ ഉണ്ട് രണ്ടുപേരും. ഇങ്ങോട്ടങ്ങോട്ട് നല്ലൊരു റാപ്പ് പോലെ അല്ല. എന്നോട് പറഞ്ഞു വെള്ളം കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുവരാം, അല്ല പിന്നെ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയല്ലേ. ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു, ഞാൻ തിരിഞ്ഞ് ആ ഡോർ കൊടുത്തു പോയി, ഇവൻ സ്പ്രിങ്കിൾ ചെയ്തു. ഇത് വൻ പ്രശ്നമായി. സോ ഞാൻ ചെയ്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മഗ് വെള്ളം കൊടുത്തു സ്പ്രിങ്കിൾ ചെയ്യാൻ. പക്ഷെ നിവിൻ സ്പ്രിങ്കിൾ ആണല്ലോ ചെയ്തത്. ഇങ്ങനെ ആക്കി, കുറച്ചാക്കിയല്ലോ, ഇത്ര ആക്കിയുള്ളൂ. ഈ ആദിലും നൂറയും ചെയ്യുന്ന പോലെയാണ് ഞാനും ഇവർ ചെയ്തത്. ഞാൻ അത് കണ്ടു വീഡിയോയിലും. ഭയങ്കര നോർമൽ കാര്യത്തിൽ സ്പ്രിങ്കിൾ ചെയ്തു. തീർച്ചയായും കാണിച്ചത് വലിയ ബോട്ടിൽ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു. ഞാൻ രണ്ടുപേരെ ആരെ സപ്പോർട്ട് ചെയ്യണില്ല, ചെയ്ത് രണ്ടുപേരും തെറ്റാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തപ്പോൾ മൊത്തം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. അവിടെ വരെ ഞാനും ഉണ്ട് ആ ക്രൈമിൽ. ഏത് ക്രൈമിൽ? കുറച്ച് വെള്ളം കൊടുത്തു സ്പ്രിങ്കിൾ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന പോലെ വീട്ടിൽ. അവിടെ വരെ ഞാൻ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് നെവിൻ പോയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം മൊത്തം ഫില്ലാക്കിയിട്ട് ബെഡിൽ ഒഴിക്കുന്നു. അപ്പോൾ എനിക്കത് ഒരു ഈ പറഞ്ഞ പോലെ എന്താ കാണിച്ചത്, അക്ബർ എന്ത് സീനാണ്. അതിലെനിക്ക് വിഷമിക്കാൻ പറ്റുമോ? എനിക്ക് വിഷമിക്കാനൊന്നും ഇല്ല. അതിനകത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ പേഴ്സണൽ ഫൈറ്റിൽ ഞാൻ വിഷമിച്ചിട്ട് ഞാൻ ഇല്ലെങ്കിൽ നെവിനെ എന്താടാ നീ കാണിച്ചത്, ഭയങ്കര മോശം എന്ന് പറയാം. ഞാൻ ആരാ അവിടെ? ഞാൻ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി വ്യൂ ആണ്. ബട്ട് ലാലേട്ടൻ വന്നപ്പോൾ നിവിൻ ചെയ്തത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടും സ്മോക്കിംഗ് ഏരിയന്റെ സൈഡിലൊക്കെ പോയി ഞാൻ പറഞ്ഞാ നീ ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പുറത്ത് വിട്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പർ ലൈവിൽ വന്നോ അല്ലെങ്കിൽ അത് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കൃത്യമായി പറഞ്ഞു വിടാം, നെവിനെ നീ കാണിച്ചു ഭയങ്കര ബോറാണ് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞു വിടാം വെള്ളം ഒന്നും ഒഴിക്കരുത്, അത് നല്ല ബോറാണ് നീ കാണിച്ചു, ഇനി പണി വാളെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ മൈൻഡിലും ഇയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിച്ച് വാട്ടറൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഫണ്ണായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പുറത്ത് പോകുന്നൊരു ഇമേജ് അങ്ങനെ ആയിപ്പോയി ആ സമയത്ത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവളുടെ ബെഡിൽ അത്ര വെള്ളം ഇടുമെന്ന് ഞാൻ എക്സ്പെക്റ്റും ചെയ്തില്ല. ഞാൻ കൊടുത്ത വെള്ളം അത്രയില്ല, ഇത്ര വെള്ളം കൊടുത്തുള്ളൂ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി മാത്രം. അതിനുശേഷം പിന്നെ അനു പോയി ഈ സോഫയുടെ ബാക്കിൽ ആണല്ലോ കിടന്നുറങ്ങിയതൊക്കെ. അപ്പൊ തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. അനു എവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ, കിച്ചണിലോ. പക്ഷെ ഞാൻ ആ സമയത്ത് ചിരി എനിക്ക് കണ്ടേ, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വീട്ടിലെ സാധനം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ തോന്നും. തെറ്റല്ല അനു ചെയ്ത് ഓക്കെയാണ്. അവനൊക്കെ എവിടെ വേണമെങ്കിൽ ഉറങ്ങാൻ ഷീസ് ഗോട്ട് ലിബർട്ടി. പക്ഷെ ഞാൻ നോക്കുന്നത് ഇത്ര ബെഡ് ഉണ്ട് അവിടെ, ഈ പറഞ്ഞ പോലെ എത്രയോ ആൾക്കാർ ബെഡ് ഫ്രീ അവളുടെ കൂടെ കിടക്കാം. പക്ഷെ അവൾ കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ എലികളും പാറ്റകളും പോകുന്ന സ്ഥലമാണ്. ഈ ബാക്കിൽ ഒരു കോർണറിൽ ഇങ്ങനെ മറ്റേ പിറ്റി മറ്റേ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലാ 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 അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ. അപ്പം എനിക്ക് അവിടെ ചിരി നിർത്താൻ പറ്റിയില്ല. അമ്മാതിരി ഞാനും അക്ബറും കിച്ചണിൽ ഇങ്ങനെ ഫുൾ എടാ ഇവിടെ തന്നെ ജയിക്കട്ടാ കപ്പ് ഭയങ്കര കോമഡി ആക്കി എടുത്തൊരു സിറ്റുവേഷൻ ആണ് അങ്ങനെ. പക്ഷെ സെയിം ടൈമിൽ തന്നെ അനീഷ് വന്നിട്ട് അനുമോളെ കാല് തണുക്കും, ബെഡ്ഷീറ്റ് പുതക്കി തലേണെങ്കിലും വെച്ചോ. അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അനീഷിന് അത് ഒരു പോസിറ്റീവ് ഇത് കിട്ടി. നിങ്ങൾ അപ്പോഴും ഇപ്പുറത്ത് വില്ലന്മാരായി. അത് ശ്രദ്ധിച്ചിരുന്നോ? അത് ബേസിക്കലി എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയായിരിക്കും, റിയൽ ലൈഫിൽ എനിക്ക് തോന്നും ഇങ്ങനെ സിറ്റുവേഷൻ കണ്ട ആൾക്കാരെ മുതലാക്കും. ഓണസ്റ്റ്ലി എടി ഇവിടെ എന്ത് ഇത്ര ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത്. എക്സാമ്പിൾ, ഞാനും റിയൽ ലൈഫിൽ എന്താ ചെയ്യുന്നത് ഞാൻ അവിടെ കാണിച്ചു. എനിക്ക് തോന്നുന്നു വേറെ കോമഡിയെ തോന്നി. പിന്നെ അവരുടെ ഇവിടെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഇതിന് അവിടെ കിടക്കുന്നത്, പക്ഷെ അവൾക്ക് അപ്പുറത്ത് പോയി കിടന്നുകൂടെ. എൻ്റെ റിയാക്ഷൻ വേറെ, മറ്റേ റിയാക്ഷൻ വേറെ. അത് അനുമോൾ കാലൊന്നും തണുക്കണില്ലേ, ഭയങ്കര തണുപ്പല്ല, അകത്ത് കിടക്ക്, അവിടെ സുഖമായിട്ട് കിടന്നു. ഇതൊക്കെ ചിലപ്പോൾ ഡ്രാമയാവാം, എനിക്കറിയില്ല. ഞാൻ ഇവരുടെ അഗെയിൻസ്റ്റ് പറയാനുള്ള അനീഷും അനുമോളും കാണിച്ച് പല സ്ഥലങ്ങളും ഡ്രാമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വീട്ടിൽ. അത് അവളുടെ ഗെയിം സ്ട്രാറ്റജി ആവാം, അത് നല്ല കാര്യമാവാം. പക്ഷെ അത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയില്ലേ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവൻ്റെ ഒരു അയ്യോ അനുമോളുടെ കാൽ തടക്കുന്നുണ്ട്, പാവം അനീഷ് വന്ന് അവനെ ഓക്കെ ആക്കി. പക്ഷെ എൻ്റെ മൈൻഡിൽ പോകുന്ന കോമഡി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അത്ര റോ ആണ്, മനസ്സിലായില്ല. ഐ എം റോ ആൻഡ് ഇഫ് സീ മൈ ഇൻസ്റ്റാഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് റോ ആൻഡ് അൺഫിൽറ്റേർഡ്. ഞാൻ ഈ വീട്ടിൽ വായിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ വായന ഞാൻ നിർത്തിയിട്ടില്ല, വായന വന്നിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഇഫ് ഐ വോണ്ട് സ്പീക്ക് സംതിങ് ഇറ്റ് വിൽ കം ഔട്ട് വെരി ഓണസ്റ്റ്ലി, റോ ആൻഡ് അൺഫിൽറ്റേർഡ്. അപ്പം അങ്ങനെ ആ സമയത്ത് അത് വന്നു. അത് ഭയങ്കര നോർമൽ കാര്യമാണ്. പുറത്ത് പക്ഷേ എനിക്ക് നെഗഡിച്ചിട്ടുണ്ടോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് കേട്ടിട്ട് വായൻ ഭയങ്കര മോശമാണ്, പക്ഷെ പാവം അനീഷ് തണുത്ത് നോക്കുമ്പോൾ ഹ്യൂമാനിറ്റി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് ആ ഗെയിമും ഇല്ല. ഞാൻ ഭയങ്കര റോ ആയിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടുള്ളൂ മൊത്തം വീട്. ഈ ഹ്യൂമാനിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴും കമന്റ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ ഏറ്റവും ഹ്യൂമാനിറ്റി പറയുന്നത് ആര്യനാണ്. പക്ഷെ അവിടെ ഹ്യൂമാനിറ്റി ഇല്ലാതെ പലതവണയും ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതും ആര്യനാണ്.
ഇങ്ങനെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ചില സമയത്ത് ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓഡിയൻസിന്റെ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി കറക്റ്റ് ആയിട്ട് 24 hours അല്ലല്ലോ കാണുന്നത്, പലരും എപ്പിസോഡ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മളും കരുതും ഇത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളാണോ, ഒരാൾ തണുത്ത് വിറച്ച് സോഫയുടെ ബാക്കിൽ കിടക്കുന്ന സമയത്ത് ഇത്രയും ഹ്യൂമാനിറ്റി ഇല്ലാതാണോ പെരുമാറുന്നത്, അത് നമുക്ക് തോന്നും. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ ആ ഹ്യൂമാനിറ്റി മനസ്സിലോട്ട് വരില്ലേ? ഞാൻ പേഴ്സണലി പറഞ്ഞു അനുവോട്, നീ വേണമെങ്കിൽ ആ ബെഡിൽ കിടന്നോ, അല്ലെങ്കിൽ നിന്റെ ബെഡ് മാറ്റി തരാം. വേണ്ട, ഞാൻ അവിടെ കിടക്കൂല. അപ്പോൾ ഒരാൾ സ്റ്റബേൺ ആണ് ആ സമയത്ത് ഈ കാര്യത്തിൽ, ഞാൻ കിടക്കൂല ആ ബെഡിൽ. അപ്പോൾ അവിടെ ഹ്യൂമാനിറ്റി കാണിച്ച വലിയ കാര്യമുണ്ടോ? പ്ലീസ് ബെഡ് എൻ്റെ സൈഡിൽ കിടന്നോ, അല്ലെങ്കിൽ അവിടെ കിടന്നോ പ്ലീസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് കുറെ ബെഡ് ഉണ്ട് അവിടെ, സൈഡിൽ കിടന്നോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിരിക്കാനേ പറ്റുള്ളൂ ഈ കാര്യത്തിൽ. പക്ഷെ എന്തിനാണ് അതിന് ബാക്കിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിഷമമുണ്ടായോ, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രശ്നം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് അവളുടെ കാര്യത്തിൽ അവൾ റൈറ്റ് ആയിരിക്കും, എൻ്റെ കാര്യത്തിൽ ഞാൻ റൈറ്റ് ആണ്. എനിക്ക് കോമഡിയേ തോന്നിയുള്ളൂ ആ സിറ്റുവേഷൻ. ആര്യൻ പറയുന്നുണ്ടായി നമ്മുടെ ഓഡിയൻസ് ഒരു 40+ ആണെങ്കിൽ മേ ബി ജയിക്കുന്നത് അനുവായിരിക്കും. അതെന്താണ് അങ്ങനെ ഒരു ഏജ് ബേസിൽ പറയാനുള്ള റീസൺ? അയ്യോ, അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ ഒരു ധാരണ വെച്ചിട്ട് പറഞ്ഞ പോലെ ഞാൻ ഈ വീട്ടിൽ 23 വയസ്സുള്ള പയ്യനായിട്ടാണ് പോയത്. പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ 30-40 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ വീട്ടിൽ. അപ്പൊ അവര് പറയും, എടാ നിനക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ നിന്നെ അഗേൻസ്റ്റ് ആയിരിക്കും, നോക്കിക്കോ ആര്യ നീ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് ഈ പറഞ്ഞ പോലെ സീനിയേഴ്സും ചേട്ടന്മാരൊക്കെയാണ്. പക്ഷെ ഈ ചേട്ടന്മാരെയാണ് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ആരെ കേൾക്കേണ്ടത് ഈ കാര്യത്തിൽ? ഇവർ തന്നെ പറയുന്നത് നീ റെസ്പെക്ട് ചെയ്യണല്ലോ നമ്മളെ, പക്ഷെ ഈ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെ എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചോണ്ടിരിക്കുക. നീ നിന്റെ വീട്ടിൽ പോയി പറയടാ, നീ ആരാ? പിന്നെ ഈ ചില തെരകളൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് വീട്ടുകാരെ. അപ്പൊ അവിടെ ഞാൻ ചേട്ടാ അങ്ങനെ വിളിക്കരുത് എന്നെ ചേട്ടാ പ്ലീസ്, തെറി വിളിക്കുന്ന വരാൻ പറ്റുമോ? തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടോ? ഞാൻ 2-3 സമയത്തൊക്കെ ഞാൻ അറിയാണ്ട് എന്നെ വായന വന്ന തെറികളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾ കള്ളം പറഞ്ഞെങ്കിൽ കാര്യമില്ല, അത് കട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ 1-2 ഞാൻ തെറികൾ വിളിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് അതിന് മീനിങ് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ ഞാൻ 2-3 തെറികൾ ഞാൻ അറിയാണ്ട് എന്നെ വായന വന്നു. ഇവര് പറയുന്നത് കേട്ട് പഠിച്ചതാണോ? ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ അങ്ങനെയാണ്. കുറച്ചൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിച്ച സമയത്തൊക്കെ പഠിച്ച തെറികളൊക്കെയാണ്. അപ്പോൾ വിളിച്ചിട്ടുണ്ട് കുറച്ച് തെറികളൊക്കെ. ഞാനിങ്ങനെ ഇവർ റെസ്പെക്ട് ചെയ്യില്ലെങ്കിൽ ഞാൻ എന്തിനാ റെസ്പെക്ട് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് അതാ പറഞ്ഞ ഈ 30 to 40 years പ്ലസ് ഞാൻ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞില്ല. ചെയ്യണമെന്നില്ല, ആ ഒരു ധാരണ അല്ലെങ്കിൽ തോന്നുന്നു. ഈ പറഞ്ഞ പോലെ നിനക്ക് കുടുംബ പ്രേക്ഷകർ നിന്റെ അഗേൻസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഈ അനുമോൾ എന്റെ മൈൻഡിൽ ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും എന്റെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞ കുടുംബ പ്രേക്ഷകർക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടില്ല അല്ലേ, അവർക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ മെച്ചോർ റെസ്പെക്ട്ഫുൾ ആൾക്കാരായിരിക്കും ഇഷ്ടം. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അനുമോൾ ഇല്ലെങ്കിൽ ഷാനവാസ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കും, അത്രേ ഉള്ളൂ. അവർ നല്ല ഗെയിമേഴ്സ് ആണ്, അവർ രീതിക്ക് അവരെ സപ്പോർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? ബാഡ് വേർഡ്സ് അങ്ങനെ ഒരാളായിട്ട് മാത്രം ഒതുക്കിയിട്ടില്ല ഈ സീസൺ. എല്ലാവരുടെ കയ്യിൽ നിന്ന് അവരുടെ സ്ലാങ്ങിലും സ്റ്റൈലിലും തെറികൾ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ഗേൾസ് ഒന്നും അങ്ങനെ അവരധികം വിളിക്കുന്നത് നമ്മൾ കണ്ടില്ല, അതായത് ഇപ്പൊ ഉള്ള ഗേൾസിന്റെ അനുമോൾ ആണെങ്കിലും. പക്ഷെ ഇവര് വിളിച്ച് പല വാക്കുകൾ ഭയങ്കര ബാഡ് വാക്കുകളൊക്കെ ഉണ്ട്. ഈ മൊണ്ണന്മാരൊക്കെ പറഞ്ഞാൽ ഡീസെന്റ് വാക്കൊന്നും അല്ല. ഈ ആണുങ്ങളും മൊണ്ണന്മാരാ, സൈഡ് വള്ളിയാണ്, ഇങ്ങനെ പോലത്തെ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോ തന്നെ കുറച്ച് ബാഡ് ആണ്. അപ്പോ തെരി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ ഒരു ഇവര് കൂടുതലും മറ്റേ ക്യാരക്ടർ അസാസിനേഷനാ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചൊക്കെ ഗേൾസ്, ഞാൻ കള്ളം പറയില്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. കുറച്ചൊക്കെ ഡൺ ഈ പറഞ്ഞ പോലെ ഒരു ബാഡ് ഡേർട്ടി ഗെയിം എവിടെയോ കളിച്ചിട്ടുണ്ട്. തൊടാതിരിക്കുക, തൊടല്ലേ, നേവൽ നോക്കിയിരുന്നേ, അങ്ങനെയൊക്കെ ലാസ്റ്റ് എപ്പിസോഡിൽ അതിലാ 100 എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എടി നിന്റെ വയറ് നോക്കി അവൻ ഒന്ന് കാണിച്ചു, അതെന്താ പുറത്ത് കാണിക്കാതെ? അതെന്താന്ന് ഞാൻ ബിഗ് ബോസിനോട് എപ്പോഴും ചോദിക്കുന്നു. ബിഗ് ബോസ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതിലെ 100 നമ്മൾ ഡിസ്കഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ ക്ലിപ്പ് കണ്ടു. എടി ആര്യന്റെ ഇവന്റെ ഇവളുടെ അവർ തമ്മിൽ ഫൈറ്റ് ആയി, ആദ്യം 100 തമ്മിൽ. ഈ ആര്യൻ ചെയ്തപ്പോ നീ എൻജോയ് ചെയ്തല്ലോ, നീ എന്താ വേണ്ടെന്ന് പറയാ 100. അപ്പൊ അങ്ങനെ ഞാൻ ചിരിച്ചു നോക്കിയപ്പോ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അതിലാണോ പറഞ്ഞത്? അതിലാ പറഞ്ഞത് 100 അങ്ങനെ നോക്കി. നീ എന്തിനാ ആര്യൻ നിന്നെ വയർ നോക്കി ചെയ്തപ്പോ നീ എന്താ? പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ആ ഗെയിം കളിക്കുമ്പോൾ ആ കൈയുടെ 100 പിന്നെ ആനകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് കാണിച്ചിരിക്കുന്നത് ഞാൻ അവളുടെ വയർ നോക്കി ചെയ്തു നോക്കി. അപ്പൊ എനിക്കത് കുറച്ച് ഡേർട്ടി ഗെയിം ആയിട്ട് തോന്നി. അവിടെ എനിക്ക് കുറച്ച് ബാഡ് അടിച്ചു. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഹൂ വിൽ ഡു ഇറ്റ്? ഏതെങ്കിലും ഷോയിൽ പോയിട്ട് ഞാൻ ഒരു പെൺകുട്ടിയുടെ വയർ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എന്ത് പ്രാക്ടിക്കൽ സാധനങ്ങൾ. എന്തെങ്കിലും നമ്മുടെ അഗേൻസ്റ്റ് അതെ, നമ്മുടെ അഗേൻസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുക. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ബിലീവബിൾ. ഇതൊക്കെ ഭയങ്കര
മണ്ടത്തരായി പോയി എനിക്ക് തോന്നി. ഇതുപോലെ വേറെ ആര്യൻ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇത്തിരി സൂക്കേടുള്ളതാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കണ്ടിട്ടില്ല. സീരിയസ്ലി ഐ എം നോട്ട് ഈവൻ ജോക്കിംഗ് ടു യു. ഐ ഹാവ് കം ഓഫ്, ഞാൻ ഈ വാട്ട് ബാക്ക്ഗ്രൗണ്ട് ഐ ഹാവ് ബീൻ റേസ്ഡ് ഫ്രോം നോ. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര നമുക്കൊരു ഭയങ്കര കംഫർട്ട് സ്പേസ് ആണ്. അവർക്ക് നമ്മൾ ദേ ആർ കംഫർട്ടബിൾ വിത്ത് മീ. ഐ ഹാഡ് സോ മെനി ഫ്രണ്ട്സ് ഹു ആർ വിമൻ ഹു ആർ വെരി നൈസ് ടു മീ. പിന്നെ ഈ പറഞ്ഞ പോലെ മൈ മോം ഇസ് നോട്ട് ടോട്ട് മീ ലൈക്ക് പെണ്ണുങ്ങളെന്ന് ഒരു ഫീറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ നല്ലോണം ഹഗ് ചെയ്യാം ഇഫ് യു ലൈക്ക് ദം, ഇഫ് യു ഡോണ്ട് വാണ്ട് ഡോണ്ട് ടോക്ക് ടു ദം, നിങ്ങളുടെ ഇഷ്ടം വെച്ചിട്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാനിപ്പോൾ ഈ അക്ബറിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അക്ബർ സൂപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആദിലേനും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, നൂറിനും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഐ ബീൻ വെരി ഈക്വൽ ടു എവറി വൺ. പക്ഷേ എനിക്ക് സുഖേട് കൂടുതലെന്ന് പറഞ്ഞാൽ എനിക്ക് കോമഡി ചെയ്യുമ്പോൾ അനുമോളും അതിലേക്ക് വരുമ്പോൾ അപ്പോൾ അവരായിട്ട് ഞാൻ ഭയങ്കര റാപ്പുമാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ഈ പറഞ്ഞ സുഖേട് കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞത്. ആര്യൻ ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും ചോദിക്കേണ്ട ഒരു സംഭവമുണ്ട്. ആര്യൻ ഹൗസിൽ നിന്ന സമയത്ത് തന്നെ ഈ ഒരു ലാസ്റ്റ് വീക്ക് അതുവരെ ഇല്ലാത്ത പോലെ പുറത്തുനിന്ന് ഒരു അലിഗേഷൻ വന്നു. ആര്യൻ അത് അറിഞ്ഞിരുന്നോ? ഇല്ല, എന്തിനാ കാര്യം? ഒരു പേജിനകത്ത് ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. ആര്യൻ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചതും ഫ്രീ ആണെങ്കിൽ ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ എന്റെ ലൈഫിലത്തെ ഞാൻ ഇപ്പൊ ഫെയിം കിട്ടുന്ന ഒരു തുടക്കമാണ്. ഞാൻ ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പീപ്പിൾ ഹു ലൈക്ക് മീ, ഹു ലവ് മീ. അതിന് കൂടെ ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്ങിന് ഒരു സെക്ഷൻ ഉണ്ട്. 80% ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 20% സൈബർ ബുള്ളിങ്ങിൽ ഞാൻ പെട്ട് നെഗറ്റീവ് PR എൻ്റെ അഗേൻസ്റ്റ് വന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നീ കാണുന്നത് AI വീഡിയോസ് ഞാനിങ്ങനെ തിരിഞ്ഞ് നെവിനൊക്കെ ഇങ്ങനെ മേക്ക് ഔട്ട് ചെയ്യണത് ഈ ഷോയുടെ അകത്തെ. നെക്സ്റ്റ് AI ഇമേജ് ജിസൈലിനെ പിടിച്ചിട്ടിങ്ങനെ എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാനിത് അയ്യോ ഇതെന്ത്, ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ എന്നെ ഇങ്ങനെ ബാക്ക് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. സീരിയസ്ലി സോ ഡിസ്ഗസ്റ്റിംഗ് ആൻഡ് സോ കോമഡിനോ ബാക്ക് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ മറ്റേ ഞാനും പിന്നെ ഒരു വേറെ ആക്ട്രസും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കണം, നിങ്ങൾ വേറെ ലെവൽ സാധനങ്ങളൊക്കെ. ഞാൻ തന്നെ ചിരിച്ചു പോകും നോക്കിയിട്ട് ഇങ്ങനെ ഇപ്പോൾ സാധനങ്ങൾ. പിന്നെ ഈ ചാറ്റ് ഞാൻ ആൾക്കാരോട് ഐ ബീൻ ടെക്സ്റ്റിംഗ്, ഐ ഹാവ് ടെക്സ്റ്റഡ് കപ്പിൾ ഓഫ് പീപ്പിൾ ബിഫോർ കമ്മിങ് ഹിയർ. സോ ഹൗ ഇസ് ദാറ്റ് എഫക്റ്റിംഗ് മൈ ലൈഫ് നൗ? എന്തെങ്കിലും പ്രശ്നം എനിക്ക് തോന്നുന്നു അത്ര എനിക്ക് 100% ഉറപ്പുണ്ട്. ഒരു പെൺകുട്ടീനെ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഫ്രീ ആണെങ്കിൽ നോർമൽ വിത്ത് ഗേൾസ് യു കൻ ടെൽ മീ വെൻ യു ഫ്രീ ലെറ്റ് മീ നോ, വിൽ ഓൾ ക്യാച്ച് അപ്പ്. ഫ്രണ്ട്സോട് പറയാറില്ല ഇതൊക്കെ. അപ്പൊ അങ്ങനെ പോലത്തെ സാധനം ആര്യൻ പെൺപിടിയാണ് കോഴിയാണ് എനിക്കിത് ആ ടേം യൂസ് ചെയ്ത് എനിക്കത് അത് അധികം ഒന്നും ഞാൻ എഫക്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ AI ഇമേജസും എൻ്റെ ന്യൂഡ്സും ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഇങ്ങനെ ഞാൻ ബിഗ് ബോസ് ഇരിക്കുന്ന ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു വീഡിയോ ആര്യൻ്റെ തൊട റേറ്റ് 1, 2, 3 എന്നൊക്കെ, ഗെസ് ഫ്രോം 1 to 6 ഏതാണ് ബെസ്റ്റ് തൊട ഓഫ് ബിഗ് ബോസ് എന്നൊക്കെ. എന്നിട്ട് എൻ്റെ ഇവിടുന്ന് ഇവർ മറ്റേ AI യൂസ് ചെയ്ത് ഇവിടുന്ന് ബിഗ് ബോസ് നേക്കായിട്ട് ഇരിക്കുന്ന വീഡിയോസും ഞാൻ ഇമാതിരി ടോയ്ലറ്റിൽ പോയിട്ട് എന്തൊക്കെയോ കാട്ടുന്ന വീഡിയോ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ലോയർ വഴി ഞാൻ ഈ സൈബർ ബുള്ളിങ്ങിന് അഗേൻസ്റ്റ് കേസും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്കിത് കണ്ട കുഴപ്പമില്ല, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും ഇത് ഞാനല്ല എന്നൊക്കെ. പക്ഷെ എൻ്റെ ഈ വീട്ടുകാർക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. എൻ്റെ ഫാമിലിയൊക്കെ ഫാമിലിക്ക് കുറച്ച് നെഗ് അടിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇത് ഭയങ്കര കോമഡി ആയാലും ഇത് നീ സൈബർ ബുള്ളിങ്ങിൽ റിപ്പോർട്ട് ചെയ്യണം, നീ ഇത് തമാശക്ക് എടുക്കരുത്. ഒരെണ്ണം വന്നാൽ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ ഇനി 1000, 100, 300 കുറെ ഈ പറഞ്ഞ പോലെ മോഫ്റ്റ് ഇമേജസ്, AI ഇമേജസ്, തെറ്റ് സാധനങ്ങൾ ക്രോപ്പ് ചെയ്തിട്ട് ചാറ്റ്സ് പലതും ലീക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതിന് ബെറ്റർ എന്താ, ഗിവ് എ സ്റ്റോപ്പ് ടു ഇറ്റ്. ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുക, സൈബർ ബുള്ളിങ്ങിന് അഗേൻസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ബി ഓവർ വിത്ത് ഇറ്റ്. ട്രൈ ടു സ്പ്രെഡ് മോർ പോസിറ്റീവ് ഇൻസൈഡ് ദ സോഷ്യൽ മീഡിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു ഈ കാര്യത്തിലൊക്കെ. ഞാനും ഐ തിങ്ക് ഈ കാര്യം എനിക്ക് അറിഞ്ഞത് ഡേ ബിഫോർ തന്നെ ലാൻഡ് ചെയ്ത ദിവസം അന്ന് തന്നെ അറിഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഇല്ലാത്തൊരു സംഭവം, ഹൗസിൽ കയറി ഫസ്റ്റ് ഡേ മുതലേ ഒന്നുമില്ല. ഈ ഫിനാലെ വീക്സിനോട് അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം അത് വന്നതും വെറുതെ ആ ഒരു ചാറ്റ് വന്നിരുന്നെങ്കിൽ മേ ബി ഇത്രയും ശ്രദ്ധിക്കില്ലായിരുന്നു. ഓൾറെഡി നമ്മുടെ മലയാളത്തിൽ ഒരു ആക്ടറിനെതിരായിട്ട് ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് സെക്ഷുവലി ഉള്ള ഒരു വോയിസ് നോട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആണ് ഈ ഒരു സ്ക്രീൻഷോട്ടും ഈ സെയിം പേഴ്സന്റെ ഇതിൽ വന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു സ്ക്രീൻഷോട്ടും വന്നത്. അപ്പം ഡയറക്റ്റ് ആര്യന്റെ ചാറ്റും ലീക്കായി ആ ഒരു രീതിയിലാണ് ഓൾറെഡി അറിഞ്ഞു കാണുമല്ലോ. എനിക്കറിയാം, ഞാൻ ഈ കാര്യത്തിൽ പക്ക അപ്ഡേറ്റഡ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് പറയുന്നത് ഈ കുടിഷ്ട ബാഡൊക്കെയാണ്. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ തന്നെ പോടാ എന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കി ഞാൻ പറഞ്ഞു വിത്ത് ഫെയിം കംസ് എ പ്രോബ്ലം ആൻഡ് ദിസ് ഇസ് ദാറ്റ് പ്രോബ്ലം.
നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ ലൈക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 5-6 50-60 ഡേയ്സ് ഇതൊന്നും വന്നിട്ടില്ല. ഞാൻ ജയിക്കാറ് ബിക്കമിങ് വിന്നർ. വീക്ക്ലി ടാസ്ക് 3 അടുപ്പിച്ച് ജയിച്ചു, ക്യാപ്റ്റനായി, ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഗെയിം അടിപൊളിയായി വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് എൻ്റെ അഗേൻസ്റ്റ് വരാൻ തുടങ്ങിയത്. ബിക്കോസ് ഈ നെഗറ്റീവ് PR ചെയ്യേണ്ട എൻ്റെ അഗേൻസ്റ്റ്, എന്നെ ബാഡായി കാണിക്കണ്ടേ. ഇത്ര നല്ല ഇമേജിൽ ഒരാൾക്ക് ബിഗ് ബോസ് ജയിക്കാൻ പറ്റും? അപ്പൊ ഈ എടുത്ത പ്രിവെൻഷൻസ് ആണ് ഇവര് ബാഡ് എൻ്റെ അഗേൻസ്റ്റ് ജനങ്ങൾക്ക് എങ്ങനെ തിരിപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ എല്ലാ AI വീഡിയോസ്, ദീസ് ചാറ്റ്സ്. ഈ പറഞ്ഞ പോലെ ഞാൻ ആ ചാറ്റ് അല്ലല്ല ഈ ചാറ്റിൽ എന്താ ഞാൻ സംതിങ് ബാഡ് ടുവേർഡ്സ് about their body or baby or my love, let's go to അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താ, if you guys are free, let me know, you guys come after there and it will take time. And I said I'm an actor, so I don't want to just simply text everyone. My friends are here, if you guys want to come for a party, you guys can come. It's up to you. Simple. We are in a function. We know you guys are leaving for one function. നിങ്ങൾ താല്പര്യം നിങ്ങൾ ഈ ഫംഗ്ഷൻ ജോയിൻ ചെയ്യും. നമ്മുടെ വീട്ടില്. Yeah, so I don't want to look like, you know, one baby, where are you, I love you so much സാധനം ഇട്ടിട്ടൊന്നുമില്ല. ഇത് ഇത്ര ഹൈപ്പില് ആൾക്കാർ പോസ്റ്റ് ചെയ്ത് ആര്യൻ ഭയങ്കര മോശമാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ മോശമാണെങ്കിൽ അങ്ങനെ എല്ലാ ആണുങ്ങളും ഈ ലോകത്ത് മോശമാണ്. ഇപ്പൊ നിങ്ങളൊരു പെൺകുട്ടിയാണ് ആണല്ലോ, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ ആൺകുട്ടി എങ്ങനെ വിളിക്കും? If you guys are free come join. അതൊക്കെ നിങ്ങൾക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, ബട്ട് ഇത് ലീക്ക് ചെയ്തതും എല്ലാം ഈ ഒരു PR-ന്റെ കളി തന്നെ ആയിരിക്കും. നോട്ട് ഈവൻ എ ഡൗട്ട്. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് അത്ര ഒഫൻസ് ആയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആരെന്നറിയില്ല, പെൺകുട്ടിക്ക് അത്ര ഒഫൻഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ചെയ്യില്ലേ? ഐ എം ഫീലിംഗ് സോ ഹേർട്ട്, വൺ ഗൈ കോൾഡ് മീ ഫോർ ഫംഗ്ഷൻ. എന്ത് പറയുള്ളൂ, മേ ബി ഫസ്റ്റ് വീക്ക് തന്നെ വിടായിരുന്നു. എക്സാക്ട്ലി. ആ സമയത്ത് അവൾക്ക് ഒഫൻഡ് ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ എത്രയോ വീക്ക് ഞാൻ ഫേമസ് ആയി, ബിഗ് ബോസ് ആൾക്കാർ എന്നെ അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഈ AI വീഡിയോസ്, ഞാനും നെവിനും കിസ് ചെയ്യണത്, ഞാനും ജിസേലും കിസ് ചെയ്യണത്, ഞാനും അക്ബറൊക്കെ ഉമ്മച്ചോണ്ടിരിക്കുക ആ ഷോയുടെ അകത്ത് AI വീഡിയോസിൽ. എന്തൊക്കെ ഒരു കോമഡിയാണ് ഇതൊക്കെ. ഞാൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എവിടെയോ അകത്ത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്, എടാ ഭയങ്കര ബാഡാണ്. പക്ഷെ എന്തൊക്കെയാണ് ഇവരെന്തിങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ ലൈഫിൽ, ഹൗ പീപ്പിൾ കെൻ ഗോ അഗെയിൻസ്റ്റ് യു. അപ്പൊ ഇങ്ങനെ കുറെ അലിഗേഷൻസും AI വീഡിയോസും ഇതെല്ലാം മൊത്തത്തിൽ അങ്ങ് ഫെഡപ്പായി. അതോ ഫെഡപ്പായെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല അതിനകത്ത്. ആൾക്കാർ ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ പോലത്തെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആകെ നോക്കി ചിരിക്കുന്ന. പിന്നെ ഈ പറയുമ്പോൾ എൻ്റെ ലോയറിനോട് പറയും, ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, സൈബർ ബുള്ളിങ് ആണ്, ഭയങ്കര ബാഡ് കമന്റ്സും ഉണ്ട്. പിന്നെ ഈ ആൾക്കാർ കുറച്ച് ബാഡ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് മോഫ്റ്റ് ഇങ്ങനെ. അപ്പോൾ അവരിങ്ങനെ ഞാൻ സൈബർ ബുള്ളിങ് കേസ് ചെയ്തു, കുറച്ചൊക്കെ മാറ്റി, അങ്ങനെയൊക്കെ ഉള്ളൂ. ആര്യൻ, ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിരുന്നു അനുമോള് വന്നു ബെഡ്ഷീറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലാലേട്ടൻ വന്നിട്ട് തന്നെ പലതവണ പറഞ്ഞു, ഇത് അവർക്ക് തന്നെ വേണ്ട, ഈ ഒരു ടോപ്പിക് നിർത്തിക്കോ എന്നുള്ള രീതിയിൽ, ഇനി നിങ്ങൾ പുതിയ കളി പിടിക്കുക, ആ ഒരു രീതിയിൽ വന്നു. ബട്ട് സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഈ ഒരു സംഭവം വരുന്നുണ്ട്. എന്തുകൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല? ആക്ച്വലി ഇതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാനൊന്നും ഇല്ല. ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നോ സ്മോക്കിങ്ങിന്റെ ഈ പറഞ്ഞ പോലെ സിഗരറ്റിനും മേലിടും ക്യാൻസറസ് ടു ഹെൽത്ത്. പക്ഷെ ആൾക്കാർ നിർത്താറുണ്ടാവും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇത് നിർത്താൻ എൻ്റെ കയ്യിലൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ. ഈ ഒരു കുറ്റം ചെയ്താൽ ഈ വീട്ടിൽ പല സമയത്ത് ആ കുറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ വീടൊരു പ്രഷർ കുക്കർ പോലെയാണ്. എപ്പോൾ പൊട്ടും എന്നറിയില്ല, പക്ഷെ പൊട്ടും. അങ്ങനെ ആ ഒരു ഭയങ്കര സ്ട്രെസ്സുള്ള വീടാണത്. ലൈക്ക് ഇത് ഒരു ഈസി പണിയല്ല. ഇതൊരു ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ മാത്രം മാതിരി കാണാൻ പോലെ ഉള്ളൂ. പക്ഷെ അകത്ത് കയറിയ ഈ പറഞ്ഞ പോലെ ഒരു നരകമാണ്, ഭയങ്കര പാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കുറ്റം ചെയ്ത ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അത് എപ്പോൾ പൊക്കിക്കൊണ്ട് വരാൻ പറ്റും. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കുറ്റങ്ങൾ ഇടയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഭയങ്കര നീറ്റ് ഗെയിമായിട്ട് എനിക്ക് പോകും. ഐ ഹാഡ് ബീൻ ഗോയിങ് ഇൻ എ വൈൽ. ഇങ്ങനെ ചെയ്യാത്തൊരു തെറ്റ് പുറത്ത് ഭയങ്കര ചർച്ചയായി പോയത് എന്തായിരിക്കും? തെറ്റാണെന്ന് വന്നത് എനിക്ക് സോറി പറയാനുള്ളത് ലാലേട്ടൻ ഫാൻസിനോടാണ്. എനിക്ക് താഴെ ഐ വോണ്ട് ടു ബി ഓൺ മൈ നീസ് ആൻഡ് സേ സോറി ടു ലാലേട്ടൻ ഫാൻസ്. ബിക്കോസ് എന്ത് പറഞ്ഞാൽ ഞാൻ ലാലേട്ടനെ കാണുന്നൊരു ഗോഡ് ഫിഗർ ആണ്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹിം മാൻ. അപ്പോൾ ഈ ടാസ്ക് വന്നപ്പോൾ മൊട്ട തലയിലിടുന്നൊരു ടാസ്ക്. അപ്പോൾ നിങ്ങൾ എന്നെ ആ വീഡിയോയിൽ ഒബ്സർവ് ചെയ്യും, എക്സ്പ്രഷൻ എന്നെ ഒബ്സർവ് ചെയ്യും. ലാലേട്ടൻ പറഞ്ഞു ഇത് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം, ഏല സമയത്ത് ഇട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മൈൻഡ് വിചാരിച്ചു ഒരു ബിഗ് ബോസ് വീടല്ലേ, അപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും, 7 പണിയായിരിക്കും. ഞാൻ പറഞ്ഞു ലാലേട്ടൻ അപ്പൊ ഇത് ഉറങ്ങുമ്പോഴും വാഷ്റൂം പോകുമ്പോഴും ഇടണോ? ആ ഒരു ക്വസ്റ്റ്യൻ ലാലേട്ടൻ അത് കുളിക്കുമ്പോഴോ? അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ 3-4 കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ജെനുവിൻലി ആണ്. പക്ഷെ ഈ മലയാളത്തിന്റെ ഈ കുളിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. ആക്ച്വലി നമ്മൾ പറയുന്നത് വാഷ്റൂമിൽ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ പുറത്താക്കി നമ്മൾ ചിലപ്പോൾ ഒരു ടാസ്കോ അല്ലെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഞങ്ങൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ കോൺസെപ്റ്റ് മൊത്തം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ പരമാവധി ടാസ്ക് എല്ലാം സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ വിചാരിച്ച ടാസ്ക് പോലെയാണ്, എപ്പോഴും വിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ലാലേട്ടൻ അത് എപ്പോഴും ഇടണോ, ഉറങ്ങുമ്പോഴും വാഷ്റൂം പോകുമ്പോഴൊക്കെ ഇടണോ? ഞാൻ ചോദിച്ചപ്പോൾ ലാലേട്ടൻ മോനെ ആര്യൻ നീ എന്നെ ഊരുവാണോ?
അതങ്ങനെ നടന്നു, പിന്നെ ചിരിച്ചു, പിന്നെ പോയി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പുറത്ത് ലാലേട്ടൻ ഫാൻസ് ഭയങ്കര ബാഡ് രീതിക്ക് അത് പോർട്രേ ആയിട്ടുണ്ട്, ആര്യൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്, ഇടിച്ച് പുറത്താക്കുന്നത്. പിന്നെയും ആളുകൾ ട്രിഗർ ചെയ്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട വെച്ചോണ്ടിരുന്നല്ലോ നെക്സ്റ്റ് ഡേ, ആ സമയത്ത് അവന്റെ ഒരു മുട്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആരൊരു മുട്ട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഒക്കെ ഒരു മുട്ട ഇത് നശിപ്പിക്കും ഞാൻ, ആ ഒരു രീതിയിൽ പറയുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട്. അതപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൂവിനെ ആണോ എന്താ ഉദ്ദേശിച്ചത്? ഇത് സംഭവം തലയിൽ വെച്ചിട്ടുള്ള ഒരു അത്രയും ടൈറ്റ് ആയിരുന്നു. അപ്പൊ ആ വിഷമത്തിൽ ഞാൻ അങ്ങനെ ആരെ അവന്റെയൊക്കെ മുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എന്റെ മലയാളത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സംസാരത്തെ രീതിയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് മാതിരി മുട്ട ഇടാൻ പറഞ്ഞല്ലേ ഇവരെന്ന് പറഞ്ഞത് ഈ ടാസ്ക് എന്തൊരു അപ്പൊ ആൾക്കാർ പറയല്ലേ എന്തൊരു ടാസ്ക് ബിഗ് ബോസേ ഭയങ്കര സീനാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ വായന എന്തൊക്കെ ഒരു മുട്ട എന്താ വെച്ചാൽ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്തൊരു സാധനം, സാധനം പോർട്ട് ചെയ്യാൻ നോക്കിയപ്പോ അതും ബാഡ് അടിച്ചു. പക്ഷെ ഞാൻ പറയാം, എനിക്ക് ഐ എം വെരി എക്സ്ട്രീംലി സോറി ടു ലാലേട്ടൻ ഫാൻസ്. അങ്ങനെ ഞാൻ ഒന്നും പോർട്രേയും ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഡൈഹാർഡ് മോഹൻലാൽ സർ ഫാനാണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ അഗേൻസ്റ്റ് ഒരിക്കലും പോകില്ല ഈ കാര്യത്തിൽ. എന്ത് പറഞ്ഞാലും ഞാൻ സോറി ലാലേട്ടാ. സീരിയസ്ലി ആര്യനെ ഓഡിയൻസിന് കുറച്ചെങ്കിലും ഒരു ഹെയ്റ്റ് വന്നത് ലാലേട്ടനായിട്ടുള്ള ഒരു ഇഷ്യൂലാണ്. പക്ഷെ ഐ ലവ് ഹിം മാൻ, ഐ ലവ് ലാലേട്ടൻ സീരിയസ്ലി. അപ്പൊ ഞാൻ ഇതാണ് ഓപ്പർച്യൂണിറ്റി പറയാൻ, ഇതാണ് സംഭവിച്ചത്. എന്റെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു കാര്യത്തിൽ മേ ബി ആര്യന്റെ ഒരു എന്താ പറയാ ഒരു അത്രയും മെച്യൂർഡ് അല്ലാത്തത് കൊണ്ട് വന്ന കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ആണ് അവിടെ വന്നത് അല്ലേ. പക്ഷെ ഞാനിപ്പോ ക്ലിയർ അല്ല, ഇതാണ് എന്റെ മൈൻഡ്, ഇതാണ് സംഭവിച്ചത്. ആൻഡ് ഓൾസോ എന്റെ ആൾക്കാർ സോഷ്യൽ മീഡിയ മൈ മോം ആൻഡ് ഡാഡ് വർ ത്രെറ്റൻഡ്, നിങ്ങൾ ലാലേട്ടന്റെ അഗേൻസ്റ്റ് പറയുന്നത് കൊല്ലൂ എന്നൊക്കെ. അതെ, അപ്പൊ ഞാൻ എന്റെ അമ്മയും അച്ഛനും ഭയങ്കര സ്ട്രെസ്ഫുൾ. അങ്ങനെ വീട്ടിൽ പറഞ്ഞു, കുറച്ച് ആൾക്കാർ പറഞ്ഞു ലാലേട്ടന്റെ അഗേൻസ്റ്റ് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലൂ എന്നൊക്കെ കുറെ ത്രെറ്റ്സ് വന്നു. പക്ഷെ ഞാൻ അമ്മയും ഫാദറും ഭയങ്കര അപ്സെറ്റ് ആയി. അവർ പിന്നെ ഒരു ലെറ്റർ ഒക്കെ എഴുതി, ലാലേട്ടാ എക്സ്ട്രീംലി സോറി ഫോർ ദിസ്, നമ്മൾ എന്റെ മോൻ അങ്ങനെ അല്ല, അവരിടയ്ക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. ബിക്കോസ് ലാലേട്ടൻ എത്രയോ ആൾക്കാരോട് ചൂടായിട്ടുണ്ട് ഈ വീട്ടില്. അനുമോൾ ഇരിക്കൂ, അനീഷ് എണീക്കൂ, അക്ബർ എന്താണ് ചെയ്യുന്നത്, എന്നോട് ആകെ പറഞ്ഞത് മോനെ നീ ഊരുവാണോ, ഞാൻ പറഞ്ഞു ഇല്ല ലാലേട്ടാ. ഞാൻ അവിടെയും പറഞ്ഞത് ഇല്ല, ഒരിക്കലും ഇല്ല ലാലേട്ടാ, അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത്ര ഇൻസെന്റ് തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. അപ്പൊ അത് പുറത്ത് വന്നപ്പോൾ ബാഡായി പോയി. പക്ഷെ നൗ ഐ എം ഹാപ്പി, എല്ലാവർക്കും മനസ്സിലായി. ഈ പറഞ്ഞ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, മായമോഹിനി ലാലേട്ടൻ ഫാൻ ഹിയർ, ഡോണ്ട് വറി, നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു, ഇറ്റ്സ് ടോട്ടലി ഫൈൻ എന്നൊരു കമന്റ് ഉണ്ട്, ഞാൻ നിങ്ങൾ അയച്ചു തരാം. സോ ഐ ഫീൽ വെരി ഹാപ്പി. ഇപ്പൊ എല്ലാവരും അത് പോട്ടെ, ആര്യൻ ലാലേട്ടനും അത് മനസ്സിലായി തോന്നുന്നു അല്ലെ, ആര്യന്റെ ആ ഒരു അറിയാഞ്ഞിട്ടാണ് ലാസ്റ്റ് അത്രയും സ്നേഹത്തോടൊന്നും ലാലേട്ടൻ വന്നിട്ട് ഹഗ് ചെയ്തു, സോ ഹാപ്പി, എന്റെ കൈയൊക്കെ പിടിച്ചു, വെരി നൈസ് ഗെയിം. അത് ഒരു തിങ് ടു റിമെമ്പർ മൈ ലൈഫ് ടൈം ആണ്. ഈ അനുമോൾ ആര്യൻ കോംബോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ശൈത്യൊക്കെ പറയുകയും ചെയ്തായിരുന്നു ആനുമോൾക്ക് ആര്യനോടൊരു ക്രഷ് ഉണ്ട്. നിങ്ങൾ പിന്നെ കുറെ പേര് പറയുകയും ചെയ്തായിരുന്നു നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അനുമോൾ കൂടുതൽ ചിരിക്കുന്നുണ്ട്, ഭയങ്കര നിങ്ങൾ അങ്ങനെ ഒരു ബോണ്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇതെങ്ങനെ ഒരു ഹെയ്റ്റ് ആയത്? ഇത് ആക്ച്വലി ഈ കാര്യം ഞാൻ സംസാരിച്ചിരുന്നു സ്ഥലത്ത്. ബേസിക്കലി ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ വീട്ടിൽ ചില ആൾക്കാരുടെ കണക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഓണസ്റ്റ്ലി എല്ലാവരുടെ കൂടെ കണക്ട് ചെയ്തു. ഐ എം എ വെരി ക്വിക്ക്, ഐ എം എക്സ്ട്രോവേർട്ട്. ഞാൻ എല്ലാവരോട് നല്ലോണം കണക്ട് ചെയ്തു, നല്ല ഇങ്ങനെ ഹലോ ഇത് ഞാൻ ഭയങ്കര ഹൈപ്പർ ആണല്ലോ. അപ്പൊ ആ സമയത്ത് അനുമോള് ഷീസ് റെസിപ്രോക്കേറ്റിംഗ് ഇൻ എ വെരി നൈസ് വേ. സോ ബേസിക്കലി ഒരു കണ്ടന്റ് ഉണ്ടാവണ്ടേ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാരെ തിരിച്ചെന്തെങ്കിലും പറയണ്ടേ. ആ കാര്യത്തിൽ അനുമോള് നല്ല ആക്റ്റീവ് ആയിരുന്നു എന്നോടും, ടേടാ പാവാ ആ ഒരു മൈൻഡിൽ നമ്മൾ തുടക്കം വിട്ടു. നല്ല ഹാപ്പി പോകുന്ന സമയത്ത് അവിടെ എന്തോ സഡൻലി ഞാനൊരു ജിസയിൽ ക്ലോസ് ആയപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അനുമോളുടെ സൈഡിൽ നിന്ന് കുറച്ച് കൂടി. സമയത്ത് എനിക്ക് കത്തിയില്ല, ചിലപ്പോൾ നോർമൽ സദാചാരം സാധനമായിരിക്കും വിചാരിച്ചു. പക്ഷെ അത് കുറച്ച് ആയപ്പോൾ ശൈത്യ പറയുന്ന ഒരു ഇതിൽ എന്നിടം നിന്നോട് ക്രഷ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു എന്നോട് സീക്രറ്റ്ലി. അപ്പം ഞാൻ പിന്നെ കണക്ട് ചെയ്തു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണതെല്ലാം ഇത് കാരണമാണോ, ഞാൻ ചില പോസിറ്റീവ്നെസ് കാരണമാണോ ഞാൻ വിചാരിച്ചു. എനിക്കറിയില്ല, പക്ഷെ കണ്ട തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പാൽക്കുപ്പി വിളിക്കുകയും ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ വൺ സ്നേഹമായിരിക്കും എന്നോട് എല്ലാ കാര്യത്തിനും. ലൈക്ക് ശൈത്യയോട് പറയും എടാ ഭയങ്കര സ്മാർട്ട് അല്ലേ ഈ പറഞ്ഞ പോലെ, പക്ഷെ അവനൊരു കുട്ടിയാണ്, ഇങ്ങനെ പോലത്തെ വാക്കുകൾ ശൈത്യനോട് പറഞ്ഞു. ശൈത്യ ആ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു ബിഫോർ ലീവിങ് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ എനിക്ക് അവളെ കൂടി പറഞ്ഞപ്പോ എനിക്ക് കറക്റ്റ് ആയി. ചിലപ്പോ അത് കാരണം ഞാൻ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഹ്യൂമൻ നേച്ചർ. നിങ്ങൾ ജിസയിൽ തമ്മിലുള്ള ഒരു കോംബോ വന്നപ്പോഴത്തേക്ക്
ഒരു പൊസസീവ്. അതാവാം ഞാൻ ഐ ഫീൽ. പക്ഷേ ആര്യൻ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യതൊക്കെ മാറി. കോംബോ വന്നത് ബ്രദറും ഞാനുമായിട്ടാണ്. അവിടെയും ഒരു വേറെ സാധനം. അതാ പറഞ്ഞ ഈ നമുക്ക് ഈ വീഡിയോ വരുമ്പോൾ വെൻ വി കം ടു ദ ഹൗസ്, നമ്മൾ ഈ വീട് കണ്ടിരിക്കുന്ന ടിവിയിലാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അകത്ത് എല്ലാ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഒരു ചേട്ടൻ ആ പ്ലാച്ചിന്ന് കാണിക്കുമോ, പ്ലാച്ചി പിടിച്ച് ഓടിക്കോട്ടെ, അയാൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ പൊതുവെ അവിടെ എല്ലാം അനുമോൾ വന്നപ്പോൾ അനുമോൾ എന്റെ ഫാമിലി ഭയങ്കര ക്ലോസ് ആണെന്നൊക്കെ. ഗുഡ്. ഐ ഡോണ്ട് മൈൻഡ്. മൈ മോം ഈസ് ഹാപ്പി വിത്ത് എവരിവൺ. ഈ ഒരു ലവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലവ് ആയി. അങ്ങനെ ആയി. അനുമോള് വീട്ടിലോട്ട് വന്നു. ബാബിയായിട്ട് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇറങ്ങി പോവാണോ? അത്രയൊന്നും എത്തണ്ട ചേച്ചി പ്ലീസ്. അവിടെ എത്തിയേ വേണ്ട. ഷോ വരെ ഓക്കെയാണ്, ഷോയില് കാണിച്ചെല്ലാം ഓക്കെയാണ്. ഇപ്പൊ അവിടെ ഇറങ്ങി നമ്മളെല്ലാരും മറന്നു. എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിൽ എല്ലാം മറന്നിട്ട് നമ്മളെല്ലാരും ഇപ്പൊ ഫാമിലിയാണ്. അക്ബറായാലും അനുമോളായാലും ഷാനവാസ് ആയാലും ആദിലൂറായാലും അപ്പാണി എല്ലാവരും നമ്മളെല്ലാവരും ഒറ്റയൊരു ഐ ഫീൽ വി ഹാവ് ദാറ്റ് ബോണ്ട്. എനിക്ക് എല്ലാവരോടും ബോണ്ട് ഉണ്ട് സീരിയസ്ലി. എനിക്ക് ഐ ലവ് എവരി വൺ ഇൻ ദ ഹൗസ്. എല്ലാവരും ഡിഫറെന്റ് ഗെയിമേഴ്സ് ആണ്. അനീഷേട്ടനായാലും എല്ലാവരും ഒരു വെറൈറ്റി ആൾക്കാരൊക്കെയാണ്. അനീഷിന് വേണ്ടി, അനുമോളിന് വേണ്ടി, അക്ബറിന് വേണ്ടി, ഇവർക്ക് വേണ്ടി എല്ലാവർക്കും എൻ്റെ ഈ പറഞ്ഞ പോലെ ഹൃദയ നിറഞ്ഞ സ്നേഹം. സീരിയസ്ലി, നോട്ട് ഈവൻ ജോക്കിംഗ്. പ്ലേ വെൽ ഗൈസ്, ഡു വെൽ, മേ ദ ബെസ്റ്റ് ടു വിൻ.